രാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ജയ ശ്രീ കൃഷ്ണ നന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരവത്വന്ദ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരവത്വന്ദം ഉഗ്രം വീരം മഹാവിഷ്ണും ജ്വലന്തം സർവതോമുഖം നരസിംഹം വിഷ്ണം ഭദ്രം മൃത്യോമത്യം നമാമ്യഹം ജയ നരസിംഹ ശ്രീ നരസിംഹ ജയ ജയ നരസിംഹ ജയ പ്രഹ്ലാദേശ ജയ പത്മമുഖ മുഖ പത്മഭംഗ ഭക്തി വിഘ്നവിനാശ നരസിംഹ ഭഗവാൻ की जय भक्त प्रहलाद महाराज की जय गुरुदेव महाराज की जय शिला प्रभात की जय ഗുരു ബ്രഹ്മാനന്ദേ ഹരി ഹരി ബോൽ ഹരേ കൃഷ്ണ സർവം കൃഷ്ണാർപ്പണമസ്തു. എല്ലാവർക്കും ഈ സത്സംഗത്തിലേക്ക് സുസ്വാഗതം. ഹരേ കൃഷ്ണ സുജന മാതാജി, ഹരേ കൃഷ്ണ രതിദേവി മാതാജി, ഹരേ കൃഷ്ണ പ്രഭു, ഹരേ കൃഷ്ണ ഗീതാ മാതാജി, ഹരേ കൃഷ്ണ പ്രഭു, ഹരേ കൃഷ്ണ സതി മാതാജി, ഹരേ കൃഷ്ണ മല്ലിക മാതാജി, ഹരേ കൃഷ്ണ രാധിക മാതാജി, ഹരേ കൃഷ്ണ പ്രഭുജി, ഹരേ കൃഷ്ണ ജ്ഞാനാംബിക മാതാജി, ഹരേ കൃഷ്ണ മാതാജി, ഹരേ കൃഷ്ണ വിലാസിനി മാതാജി, ഹരേ കൃഷ്ണ പത്മ മാതാജി, ഹരേ കൃഷ്ണ മല്ലിക മാതാജി, ഹരേ കൃഷ്ണ മല്ലിക മാതാജി, ഹരേ കൃഷ്ണ പ്രഭു, ഹരേ കൃഷ്ണ മാതാജി. ഇടയ്ക്കിടയ്ക്ക് മാതാജി കാണാറുണ്ട്, പിന്നെ ഇടയ്ക്ക് മാതാജി അപ്രത്യക്ഷമാകുന്നുണ്ട്. അല്ല പ്രഭുജി, കഴിഞ്ഞ ആഴ്ച ഞാൻ ഇവിടെ ഇല്ലായിരുന്നു, പുറത്ത് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ ഒരു ഇതുമില്ലായിരുന്നു. അതിന് മുന്നത്തെ പ്രാവശ്യം ഞാൻ കയറി. ഇനിയിപ്പോ 1-ാം തീയതി തൊട്ടിട്ടുണ്ടാവില്ല. 1-ാം തീയതി ഞാൻ വൃന്ദാവനത്തിൽ പോവുക. ഹരേ കൃഷ്ണ. ഓക്കെ, ഹരേ കൃഷ്ണ. അപ്പം എല്ലാവരും ഓണമൊക്കെ ശരിക്ക് ഘോഷിച്ചോ? എല്ലാവരും ഓണമൊക്കെ നന്നായിട്ട് ആഘോഷിച്ചെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മള് ഓണമായിട്ട് ബന്ധപ്പെടുത്തി നമ്മള് വൈഷ്ണവര് എന്താണ് ചെയ്തത്? നമ്മൾ വാമന ജയന്തിയാണ് ആഘോഷിച്ചത്, അല്ലെ? ഇപ്രാവശ്യം വാമന ദ്വാദശിയും തിരുവോണം കൂടി ഒരു ദിവസം വന്നു. അതുപോലെ തന്നെ ജന്മാഷ്ടമിയും ശ്രീകൃഷ്ണ ജയന്തിയും കൂടെ ഒരുമിച്ച് വന്നു. സാധാരണഗതിയിൽ ഇത് മിക്കവാറും ഒക്കെ രണ്ട് സമയത്തായിട്ടാണ് വരുന്നത്. അതായത് ബാക്കിയുള്ള ലോകത്തിലുള്ള എല്ലാവരും ജന്മാഷ്ടമി ആഘോഷിക്കുമ്പോൾ നമ്മൾ ശ്രീകൃഷ്ണ അഷ്ടമി രോഹിണിയായിട്ടാണ് ആഘോഷിക്കുന്നത്. നമ്മളെ കേരളത്തിലുള്ളവർക്ക് മാത്രം അഷ്ടമി രോഹിണിയും കൂടെ വന്നാലേ ഉള്ളൂ നമ്മൾ എടുക്കാറുള്ളൂ. അതുപോലെ തന്നെ ഇപ്രാവശ്യം അതുകൊണ്ടൊരു വളരെ വിശേഷപ്പെട്ട ഒരു സംഭവം ഉണ്ടായി. തിരുവോണവും വാമന ദ്വാദശിയും രണ്ട് സമയത്താണ് വരുന്നത്. ഇപ്രാവശ്യം അത് ഒരൊറ്റ ദിവസം വന്നു. അങ്ങനെ ഈ രണ്ട് കാര്യങ്ങളും ഇപ്രാവശ്യം ഒരേ സമയത്ത് തന്നെ സംഭവിച്ചത് കൊണ്ട് നമുക്ക് എല്ലാവർക്കും, ലോകത്തിലുള്ള എല്ലാവർക്കും ഒരേപോലെ ആഘോഷിക്കാൻ പറ്റി. അപ്പൊ അതായിരുന്നു ഇപ്രാവശ്യത്തെ പ്രത്യേകത. പിന്നെ എല്ലാവരും അതുപോലെ വാമനദേവനെ സ്മരിച്ചു, അദ്ദേഹത്തിനെ പ്രാർത്ഥിച്ചു എന്നൊക്കെ വിചാരിക്കുന്നു. അപ്പൊ നമ്മള് എല്ലാ വിശേഷങ്ങൾക്കും നമ്മൾ അത് കഴിഞ്ഞിട്ട് വരുമ്പം ക്ലാസ്സിൽ ചെറുതായിട്ടൊന്ന് പാസ്റ്റ് ടൈംസ് ഒന്ന് പറഞ്ഞു പോകാറുണ്ട്. അതുകൊണ്ട് മാത്രം ഞാൻ വാമനദേവ ഭഗവാന്റെ ഗ്ലോറിഫിക്കേഷന് എന്തെങ്കിലും എന്നെ കൊണ്ട് പറയാമെന്ന് വിചാരിക്കണം. അപ്പം വാമന ദ്വാദശിയെ പറ്റി പറയുവാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് വാമന ദേവന്റെ അവതാരം അതെങ്ങനെ ഉണ്ടായി അതിനെ പറ്റിയാണ്. അപ്പൊ നമ്മള് മനസ്സിലാക്കാനുള്ളത് ആരായിരുന്നു മഹാബലി. അപ്പൊ മഹാബലിയെ പറ്റി പറയാതെ വാമനദേവനെ പറ്റി പറയാൻ വേണ്ടി കാര്യം, മഹാബലി ഭഗവാന്റെ അടുത്ത ഭക്തനാണ്, അല്ലെ? മഹാബലി ചിലർക്കാരനൊന്നുമില്ല. അദ്ദേഹം ആരുടെ പരമ്പരയിൽപ്പെട്ട ആളാണ്? അസുരനാണെങ്കിലും പ്രഹ്ലാദന്റെ കൊച്ചുമോനാണ്, അല്ലെ? ഭഗവാൻ ഒരു വാക്ക് കൊടുത്തിരുന്നു. നരസിംഹ ഭഗവാൻ ആർക്ക് കൊടുത്തിരുന്നു? പ്രഹ്ലാദന്, അല്ലെ? അങ്ങോട്ടേക്ക് ഓഫർ ചെയ്തല്ല, ഇങ്ങോട്ട് ചോദിക്കാതെ എന്റെ അച്ഛനോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞപ്പോ എന്താണ്? നിന്റെ പിതാവും നിന്റെ 7 തലമുറ മുൻപേ ഉള്ളവരും പിൻപേ ഉള്ളവർക്കും ഞാന് അങ്ങനെ മോക്ഷം കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ പറഞ്ഞൊരു വരദാനം അങ്ങ് കൊടുത്തിരിക്കുന്ന കാരണം ഭഗവാൻ അത് പാലിക്കണ്ടേ? എത്ര ജന്മങ്ങൾ കഴിഞ്ഞു വന്നാലും ആൾക്കാർ മാറിയാലും ഭഗവാൻ ആ വരദാനം കൊടുത്തിട്ടുണ്ട്, അത് പാലിക്കുക തന്നെ ചെയ്യും. അങ്ങനെ വാമനദേവൻ എന്റെ അവതാരത്തിലും ഇത് പാലിച്ചു. അതുപോലെ മഹാബലിയോട് കരുണയുണ്ടായി. അതുപോലെ തന്നെ ശ്രീകൃഷ്ണ അവതാരത്തിൽ ബാണാസുരനായിട്ട് കൊച്ചുമോൻ വീണ്ടും വന്നു മഹാബലിയുടെ. ആ സമയത്തും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും കണ്ടായിരുന്നല്ലോ, അല്ലെ? ബാണാസുരന്റെ കാര്യം ചിത്രലേഖ എന്നൊക്കെ പറഞ്ഞില്ലേ? നിങ്ങളുള്ള ആൾക്കാരൊക്കെ കേട്ട് കാണും. അവസാന സമയത്തും കണ്ടത് അനിരുദ്ധൻ, അല്ലേ? പ്രദ്യുമ്നന്റെ മകനായ അനിരുദ്ധനെ കേട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞതാണല്ലോ, അല്ലെ? രാധാറാണിയുടെ പാസ്റ്റ് ടൈംസ് പറഞ്ഞ സമയത്ത്. അപ്പൊ അങ്ങനെ
ഒരു സംഭവം അങ്ങനെ ഈ ഭക്തനാണെങ്കിൽ കൂടി ഭക്തർക്ക് ഒരുപാട് തരത്തിലുള്ള എന്താ പറയുന്നത് ഈ കാമക്രോധ ലോപമോഹാദികളൊക്കെ തന്നെ ഭക്തർക്കും വരും. ഭക്തരാണെന്ന് വെച്ചിട്ട് ചിലർക്ക് ഭക്തരാണെന്ന് വെച്ചാൽ അഹങ്കാരവും വരും ഭക്തി വന്നിട്ട്. അതാണ് ഭഗവാൻ അപ്പൊ തന്നെ ഭഗവാന്റെ സഖാക്കളാണെങ്കിലും ഭഗവാന്റെ കൂടെയുള്ളവരാണെങ്കിലും അഹങ്കാരം വരുമ്പോൾ ഗോപികമാർക്ക് പോലും ഭഗവാൻ പണി കൊടുക്കും അല്ലെ. അഹങ്കാരം എന്ന് പറഞ്ഞ ഒരു സംഭവം അർജുനനാണെങ്കിലും ഹനുമാനാണെങ്കിലും അതുപോലെ തന്നെ ഗരുഡനാണെങ്കിലും ആർക്കും ഭഗവാനെ വെച്ച് ഉറപ്പിക്കത്തില്ല. അത് മനസ്സിൽ വന്നു കഴിഞ്ഞാൽ ഭഗവാൻ അത് ഞുള്ളിൽ എടുത്ത് കളയും, വേരോടെ എടുത്ത് കളയും, പിന്നീട് ഉണ്ടാകില്ലാത്ത രീതിയിൽ ആക്കി കൊടുക്കും. ഈവൻ നാരദ മഹർഷിക്കും ഭക്തനാണ്, പരമഭക്തനാണ്, ചിലപ്പോൾ ചെറിയ ചെറിയ അഹങ്കാരങ്ങളൊക്കെ വരും അല്ലെ. ആ അഹങ്കാരത്തെയൊക്കെ ഭഗവാൻ അത് ചെയ്തു തരുന്ന അപ്പൊ നമ്മൾക്കൊക്കെ ഒരു പാഠമാണ് അല്ലെ. കാര്യം ഭഗവാന്റെ പരമഭക്തരാണെന്ന് നമ്മളൊക്കെ പറഞ്ഞ് നമ്മൾ അവരെ പിന്തുടരുക, അവരുടെ പാത. അവർക്ക് പോലും ഉണ്ടാകുന്ന അഹങ്കാരങ്ങൾ ഭഗവാന് പൊറുക്കാൻ പറ്റുന്നതല്ല. ഭഗവാൻ അത് എടുത്തു കളയുമ്പോൾ വരുമ്പോൾ നമ്മൾക്കുണ്ടാകുന്ന അഹങ്കാരം, നമ്മൾ എപ്പോഴും അഹങ്കാരത്തോടു കൂടിയാണല്ലോ ജീവിക്കുന്നത്. അപ്പൊ അതൊന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. അപ്പൊ ഈ മഹാബലിയും ഇതുപോലെ തന്നെ ഇന്ദ്ര പദവി മോഹിച്ചു. അങ്ങനെ ഇന്ദ്രനെ നിഷ്കാസനം ചെയ്ത് ഇന്ദ്രനെ അവിടെ നിന്ന് ഓടിച്ചു. അതൊക്കെ ഒരുപാട് സ്റ്റോറീസ് ഒക്കെ ഉള്ളതാണ്. ഞാൻ വളരെ ഷോർട്ടായിട്ട് പറയണം, നമുക്ക് സമയക്കുറവാണ്, നമ്മൾ ഇതിന്റെ ഇടയ്ക്ക് പറയുന്നത് കൊണ്ട്. അങ്ങനെ ഇന്ദ്രനെ നിഷ്കാസനം ചെയ്തു. ആ ഒപ്പം തന്നെ അവിടെ വന്നു എന്നറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ഇന്ദ്രമാതാവായ അതിഥിയുടെ പുത്രന്മാരാണ് ആതിഥേയന്മാർ അല്ലെ. അപ്പം ദിതിയുടെ പുത്രന്മാരാണ് ദൈത്യര് അല്ലെ. ആ ദൈത്യരിൽപ്പെട്ട തന്നെയല്ലേ ഹിരണ്യകശിപുവിന്റെ ഒക്കെ പരമ്പരയിൽപ്പെട്ട ആള് തന്നെയല്ലേ ആര്. സ്വന്തം അനുജത്തിയുടെ മകൻ ചെന്നിട്ട് എന്ത് ചെയ്തു, വല്യമ്മയുടെ അമ്മയുടെ ജ്യേഷ്ഠത്തിയുടെ എന്ത് ചെയ്തു, ഈ കുണ്ടലങ്ങള് മുറിച്ചെടുത്തു. കുണ്ടലങ്ങൾ മുറിച്ചെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു അപമാനമാണ് അല്ലെ. ദേവമാതാവിന്റെ കുണ്ടലങ്ങൾ മുറിച്ചെടുക്കുക. അപ്പൊ ഇന്ദ്രനും ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞെങ്കിലും നാണക്കേടായി എല്ലാവർക്കും. എന്നിട്ടും ഒന്നും തന്നെ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. കാര്യം അധികാരമില്ല. അധികാരമുള്ളപ്പോഴല്ലേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ വന്ന സമയത്ത് ദേവമാതാവായ അതിഥി അധികം ദുഃഖിച്ചു. അപമാന ഭാരത്താല് വളരെയധികം ദുഃഖിച്ചിട്ട് ഭഗവാനെ പ്രാർത്ഥിച്ചു. ഒരു വ്രതം എടുത്തു. ആ വ്രതത്തിന്റെ പേരെന്താണ്? പയോവ്രതം എടുത്തു. പയോവ്രതം എന്ന് പറഞ്ഞാൽ 41 ദിവസമാണ്. ചിലര് വേറെന്തോ ഒരു കണക്ക് പറയുന്നുണ്ട്. ഞാൻ വേറെന്തോ ഏതോ ഒരു ലെക്ചറിൽ കേട്ടിരുന്നു 41 ഞാൻ കേട്ടിരിക്കുന്നത്. 41 ദിവസം അടുപ്പിച്ച് വേറെ ഒന്നും കഴിക്കാൻ പറ്റില്ലെന്ന് പാല് മാത്രം കഴിച്ചുകൊണ്ടുള്ള ആ ഒരു വ്രതമാണ് പയോവ്രതം. അങ്ങനെ 41 ദിവസം കഴിഞ്ഞപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു, പ്രത്യക്ഷപ്പെട്ടു. പറഞ്ഞു, മാതാവേ അവിടുന്ന് ദുഃഖിക്കണ്ട, ഞാൻ അവിടുത്തെ ഗർഭത്തില് എന്താണ് ഇന്ദ്രാനുജനായിട്ട്, ഇന്ദ്രന്റെ അനുജനായിട്ട്, ഉപേന്ദ്രനായിട്ട്, അല്ലെങ്കിൽ ത്രിവിക്രമനായിട്ട്, അല്ലെങ്കിൽ വാമനനായിട്ട് ഞാൻ പിറക്കാൻ പോവുകയാണ്. അമ്മയുടെ ദുഃഖത്തിനെല്ലാം അറുതി ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞ് ഭഗവാൻ വാക്ക് കൊടുത്തിട്ട് പോകുന്നു. അങ്ങനെ ഈ അതിഥി മാതാവിന് ഭഗവാൻ മകനായിട്ട് പിറക്കുന്നു. അങ്ങനെ ഉണ്ടായ കുട്ടിക്കോ തേജസ്, ഒരു കുള്ളനായ ബ്രാഹ്മണൻ, വടു ബ്രാഹ്മണനായിട്ടാണ് അവതരിച്ചത്. അങ്ങനെ അത് ഹരേ കൃഷ്ണ, അത് ദ്വാദശിയും തിരുവോണവും കൂടിയ നാളിലാണ് വാമന ഭഗവാൻ ആ നാരായണീയം ദശകം 30 പറയേണ്ടത്. അതെ അല്ലേ. ദ്വാദശിയും ശ്രവണം പറഞ്ഞ തിരുവോണം, ആ രണ്ടും കൂടി ചേർന്ന ദിവസത്തിലാണ് വാമന ഭഗവാൻ വന്നത് അവതരിക്കുന്നത്. പക്ഷെ നമുക്ക് ഇപ്രാവശ്യം അത് ഒന്നിച്ചു വന്നു. കഴിഞ്ഞ പ്രാവശ്യം അതിന് മുന്നത്തെ പ്രാവശ്യം ഒക്കെ തന്നെ രണ്ട് സമയത്ത്. നമ്മൾ തിരുവോണം ആഘോഷിക്കുന്ന സമയത്തല്ല വാമന ദ്വാദശി വരുന്നത്. ഇപ്രാവശ്യം അത് ഒരുമിച്ച് വന്നു. ചില തവണ ഇപ്രാവശ്യം നമ്മള് അഷ്ടമിയും രോഹിണിയും കൂടെ ഒരുമിച്ച് വന്നില്ലേ. നാരായണീയത്തിൽ ആ 4ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്, ദ്വാദശി ശ്രവണ പുണ്യദിനേ ഭവന്തം. അതെ. അപ്പൊ അത് അങ്ങനെയുള്ള ഒരു കറക്റ്റ് സമയമായിരുന്നു ഇത്. അപ്പൊ നമ്മള് ഭഗവാന്റെ പാസ്റ്റ് ടൈംസ് പറയാതെ തരമില്ല. അപ്പൊ അങ്ങനെ അതിസുന്ദരനായ ഒരു വടു ബ്രാഹ്മണ രൂപത്തില് വാമനദേവൻ അവതരിച്ചു. അങ്ങനെ വാമനദേവൻ എങ്ങോട്ടേക്കാ പോകുന്നത്? നർമ്മദാ നദീ തീരത്ത് മഹാബലി ഒരു വലിയ യാഗം നടത്തുന്നുണ്ട്. ആ യാഗസ്ഥലത്തേക്ക് ചെല്ലുവാണ്. അല്ല, യാഗസ്ഥലത്ത് ബ്രാഹ്മണർക്കൊക്കെ വളരെ വലിയ സ്വീകരണമൊക്കെയാണ് കൊടുക്കുന്നത്. കാര്യം അദ്ദേഹം അത്ര വലിയ ഭക്തനുമാണ് ഭഗവാന്റെ. മഹാബലി സാധാരണ ആളല്ല. അപ്പൊ നർമ്മദാ നദീ തീരത്താണ്, കേരള തീരത്തല്ല എന്ന് എല്ലാവരും ഓർക്കണം. കേരളത്തിന്റെ തീരത്തല്ല. കാരണം കേരളം അന്ന് ഉണ്ടായിട്ട് പോലും ഇല്ല. കാര്യം പരശുരാമന്റെ അവതാരം പിന്നീടാണ് വരുന്നത്. പരശുരാമ അവതാരം കഴിഞ്ഞിട്ട് പരശുരാമൻ വഴി പറഞ്ഞിട്ടാണ് കേരളം ഉണ്ടായത്. അത് നമ്മൾ നേരത്തെ കണ്ടിരുന്നു അല്ലെ. അപ്പൊ അത് കേരളത്തിൽ നടന്ന കഥയല്ല. ഈ മധ്യപ്രദേശ്, മഹാരാഷ്ട്ര ആ ഭാഗത്താണ് നടന്ന സംഭവം. അപ്പൊ അങ്ങനെ ഈ
ഈ സ്ഥലത്തേക്ക് ഭഗവാൻ അങ്ങോട്ട് ചെന്ന് കയറുമ്പോൾ ഭഗവാന്റെ തേജസ് കാരണം അവിടെ കൂടിയിരുന്ന ആൾക്കാരെല്ലാരും തന്നെ, അതായത് മഹാബലിയുടെ മകളടക്കം എല്ലാവരും ഭഗവാന്റെ ആ ഒരു തേജസ്സിലും ഭംഗിയിലും അങ്ങ് ആകൃഷ്ടരായി. അപ്പൊ മഹാബലിയുടെ മകള് അവിടെ ഇരുന്ന് ആലോചിക്കുകയാണ്, പേര് ഞാൻ ഓർക്കുന്നില്ല. അവര് ഇങ്ങനെ ആലോചിക്കുകയാണ്, എനിക്ക് ഇതുപോലെ ഒരു ഉണ്ണി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് അവരാലോചിച്ചു, അവിടെ ഇരുന്ന് ആഗ്രഹിച്ചു ഭയങ്കരമായിട്ട്. അപ്പൊ ഭഗവാനെ മനസ്സിലിരുന്ന് ഭഗവാൻ പറഞ്ഞു തഥാസ്തു എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ചെന്നപ്പം മഹാബലി വളരെ ഉപചാരപൂർവ്വം സ്വീകരിച്ചിരുത്തുവാണ്. എന്നിട്ട് പറയുന്നു, അവിടത്തേക്ക് എന്താണ് വേണ്ടത്? ദക്ഷിണ, അതായത് ബ്രാഹ്മണർക്ക് ദക്ഷിണ കൊടുക്കണ്ടേ. അപ്പൊ ഈ യാഗമൊക്കെ നല്ല രീതിയിൽ നടത്തി അതിന് ഫലപ്രാപ്തി എത്തണമെങ്കിൽ ദക്ഷിണ കൊടുക്കണം. അങ്ങേക്ക് എന്താണ് വേണ്ടത് എന്ന് പറഞ്ഞു. എനിക്ക് ഒന്നും വേണ്ട, എനിക്കെന്താണ്, എനിക്കൊന്നും വേണ്ട എന്ന് പറയുമ്പോൾ വീണ്ടും വീണ്ടും നിർബന്ധിക്കണം, അങ്ങേക്ക് എന്തെങ്കിലും തരാതെ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഒരുപാട് നിർബന്ധിച്ചപ്പോൾ ഭഗവാൻ അവിടെ നിന്ന് പറഞ്ഞു. അപ്പൊ ഇതേ സമയത്ത് തന്നെ ശുക്രാചാര്യരാണ് അസുരഗുരു. ശുക്രാചാര്യർ അവിടെ ഇരുന്ന് കണ്ണുകൊണ്ട് കാണിക്കുകയും ഗോഷ്ഠിയൊക്കെ കാണിച്ചു. കാര്യം ഇത് വേറെ ആരുമല്ല, വേറെ ഇത് സാക്ഷാൽ മഹാവിഷ്ണു തന്നെയാണ് വന്നിരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് കണ്ണുകൊണ്ടൊരു ഗോഷ്ഠിയൊക്കെ അവിടെ ഇരുന്ന് കാണിച്ചു. അപ്പൊ ഭഗവാൻ ഇത് കണ്ടു. ഭഗവാൻ ഇപ്പൊ ആചമനം ചെയ്യാനായിട്ട് ഈ ഒരുങ്ങുമായിരുന്നു. ആചമനം ചെയ്യാനായിട്ട് ഇരുന്നപ്പോ അവിടെ ഇരുന്ന് ദർഭ എടുത്തിട്ട്, കിണ്ടിയുടെ അടുത്ത് ദർഭമനം എടുത്തിട്ട് ശുക്രാചാര്യരുടെ ഒരു ഏറെറിഞ്ഞു. അങ്ങനെ ശുക്രാചാര്യരുടെ ഒരു കണ്ണ് പൊട്ടി. അങ്ങനെ ഒരു കണ്ണ് പൊട്ടിക്കൊണ്ടാണ് ശുക്രക്കണ്ണെന്നൊക്കെ പറയുന്നത്. ഒരു കണ്ണില്ലാത്തവരെ അങ്ങനെ പറയും, ശുക്രക്കണ്ണെന്നൊക്കെ. അപ്പൊ അങ്ങനെ ശുക്രാചാര്യരുടെ ഒരു കണ്ണ് പൊട്ടി. പക്ഷെ മഹാബലി ഇതൊന്നും കണ്ടിട്ട് മഹാബലി കുശലാക്കുന്നില്ല. കാര്യം ഒരു ബ്രാഹ്മണന് ദാനം കൊടുക്കുക എന്നുള്ളതാണല്ലോ. പക്ഷെ അഹങ്കാരമുണ്ട്. അപ്പം അവസാനം വാമനദേവൻ പറഞ്ഞു, എനിക്ക് 3 അടി മണ്ണ് മതിയെന്ന് പറഞ്ഞു. 3 അടി മതിയോ? അപ്പൊ വളരെ നിസ്സാരമായിട്ട് 3 അടി മണ്ണോ, എനിക്കിരുന്ന് തപസ് ചെയ്യാനായിട്ട് എന്താ 3 അടി മണ്ണ് മതി എന്ന് പറഞ്ഞു. അപ്പം അതാണ് നമ്മൾ ഭഗവാനെ വില കുറച്ച് കാണുന്ന ഒരിത്. അതായത് അപ്പൊ ഈ ലോകം മുഴുവൻ എന്റെ അധീനതയിലല്ലേ, ദേവലോകം അടക്കം എല്ലാ ലോകവും എന്റെ അധീനതയിലാണ്, പിന്നെ ഈ 3 അടി മണ്ണ് തരാനാണോ പാടെന്നുള്ള ഇതിൽ. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു അഹങ്കാരമായിരുന്നു അല്ലെ. ഈ ലോകം മുഴുവൻ ഭഗവാന്റെ ആയിരുന്നു എന്ന് കണക്കാക്കുകാരുന്ന കുഴപ്പമുണ്ടായിരുന്നോ? ഈ ലോകം മുഴുവൻ എന്റെ അല്ലേ, അപ്പൊ അതിൽ നിന്നൊരു 3 അടി മണ്ണി ഭഗവാന്റെ സാധനം ഭഗവാന് തന്നെ കൊടുക്കുവാണ് അല്ലേ. നമ്മളെല്ലാം അങ്ങനെയല്ലേ ചെയ്യുന്നത്. ഭഗവാൻ തന്ന സാധനങ്ങളാണല്ലോ നമ്മൾ ഭഗവാനെ നിവേദിക്കുന്നത് അല്ലേ. അല്ലാതെ നമുക്കിത് എവിടെ നിന്ന് കിട്ടിയ, നമ്മളെ സൃഷ്ടിച്ചതാണോ നമ്മൾ ഭഗവാനെ നിവേദിക്കുന്ന എന്തെങ്കിലും? എല്ലാ ഭഗവാന്റെ സാധനങ്ങളും നമ്മൾ ഭഗവാന് കൊടുത്തിട്ട് നമ്മൾ അത് പ്രസാദമായിട്ട് സ്വീകരിക്കുകയാണ്. അതിനാണ് നമുക്ക് എല്ലാവർക്കും മടി അല്ലേ. നമുക്ക് എല്ലാവർക്കും മടിയായിട്ടുള്ള സംഭവം എന്താണ്? ഭഗവാനെ നിവേദിക്കാനായിട്ടുള്ള കാര്യം. ഭഗവാന്റെ സാധനങ്ങൾ നമ്മൾ ഭഗവാന് കൊടുത്തിട്ട് നമ്മളത് ഭഗവാന്റെ നിന്ന് മെർസി പിടിച്ചെടുക്കുകയാണ് അല്ലേ. ഭഗവാന്റെ മെർസിയാണ് പ്രസാദം. അപ്പം അതേപോലെ തന്നെ ഈ ഭഗവാന്റെ സാധനം തന്നെ പറയുവാണ്, ഞാൻ 3 അടിയല്ല, ഞാൻ 3 അടി തരാമെന്ന് വളരെ നിസ്സാരമായിട്ട് മഹാബലി പറഞ്ഞു. ആ സമയത്ത് എന്ത് ചെയ്തു? വാമനദേവൻ അദ്ദേഹത്തിന്റെ ത്രിലോകങ്ങൾ കീഴടക്കുന്ന രൂപത്താൽ അവതരിച്ചോടെ എന്നിട്ട് ആദ്യത്തെ കാലെടുത്ത് വെച്ചിട്ട് എന്താണ്, ഉപരിലോകവും അധമലോകവും ഒക്കെ 2ാമത്തെ കാലം കൊണ്ട് അളന്നു. നീ 3ാമത്തെ കാല് എവിടെ വെക്കണമെന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കിനും ഇദ്ദേഹത്തിന് മനസ്സിലായി, വാമനദേവന് മനസ്സിലായി, മഹാബലിക്ക് മനസ്സിലായി ഇത് സാധാരണപ്പെട്ട ആളല്ല എന്ന് മനസ്സിലായി. ഈ പ്രപഞ്ചത്തിന്റെ മുഴുവനും അധികാരിയായിട്ടുള്ള, ഈ പ്രപഞ്ചം മുഴുവൻ അദ്ദേഹത്തിന്റെ ഉദരത്തിലിരിക്കുന്ന ഭഗവാനാണോ ഞാൻ എന്താണ് 3 അടി ദാനം കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ലോകം മുഴുവനും കൊടുത്തത്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന് മനസ്സിലായി തന്റെ അഹങ്കാരം കൊണ്ടാണ് എനിക്കിത് സംഭവിച്ചത് അല്ലെ. അഹങ്കാരം. അപ്പൊ അഹങ്കാരത്തെ എടുത്തോളൂ എന്ന് പറഞ്ഞ് അദ്ദേഹം എന്ത് ചെയ്തു? തന്റെ അഹങ്കാരത്തെയും അതുപോലെ തന്നെ ഞാൻ എന്ന് പറയുന്ന എന്റെ ആ ശരീരത്തെയും അദ്ദേഹത്തിന്റെ എന്താണ് ആത്മാവിനെയും കൂടി ഭഗവാനിൽ സമർപ്പിച്ചു. അതിനെയാണ് പറയുന്നത് ആത്മസമർപ്പണം എന്ന് പറയുന്നത്. അതായത് ഈ മഹാബലി നവവിധ ഭക്തിയിലെ ഏത് ഭക്തിയിലാണ് അറിയപ്പെടുന്നത്? ആത്മസമർപ്പണം. ആത്മസമർപ്പണം. ആത്മസമർപ്പണം എന്നല്ല, ആത്മനിവേദനം. ആത്മനിവേദനം. അപ്പൊ മഹാബലി നവവിധ ഭക്തിയിലെ ആത്മനിവേദനത്തിന് ഉദാഹരണമായിട്ട് വന്ന എപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലായോ? മഹാബലി തന്റെ എന്താണ് ഞാൻ എന്ന് പറയുന്ന നടക്കുന്ന എന്റെ ഈ ശരീരവും എന്റെ ഈ അഹങ്കാരവും അതുപോലെ എന്റെ മനസ്സെ ബുദ്ധി, BMW എന്ന് പറഞ്ഞ കാറ്, ബോഡി മൈൻഡ് ഇന്റലിജൻസ്, അതും എല്ലാം ആത്മാവിനെയും കൂടി ഭഗവാന്റെ അംശമല്ലേ ആത്മാവ്, മമേവാംശ ജീവലോക ജീവഭൂത സനാതന, അതൊരു കൂടി ഭഗവാന് സമർപ്പിച്ചു. അപ്പൊ അതേ സമയത്ത് തന്നെ ഭഗവാന്റെ പാദദർശനം മഹാബലിക്ക് കൊടുത്തു അല്ലെ. പാദദർശനം. ഈ അഹങ്കാരത്തെ മുഴുവനും ഭഗവാൻ അങ്ങോട്ട് എടുത്തു, വളരെ നിസ്സാരമായിട്ട് എടുത്തു. അങ്ങനെ ആ ഭഗവാന്റെ പാദസ്പർശനം കാണാൻ പറ്റിയ, ആ ഒരു പാദത്തിലെ എല്ലാ അടയാളങ്ങളും കാണാൻ പറ്റിയ ഒരു വളരെ വിശേഷപ്പെട്ട ഒരു ഭക്തനാണ് മഹാബലി. നമ്മൾ ഈ കേരളത്തിൽ ഈ പറഞ്ഞ് കൊട്ടിഘോഷിച്ച് നടക്കുന്ന കഥകളൊന്നും അല്ല ഇത്. ആ മഹാബലി, ഈ മാവേലി, ഇത് ഒരിക്കലും ഒന്നല്ല. അത് ഏതോ ഒരു കെട്ടുകഥ
എടുത്ത് എന്തൊക്കെയോ പറയുന്നതാണ്. അത് ആരുണ്ടാക്കി വിട്ടു എങ്ങനെയാണെന്നൊന്നും അറിയില്ല. നമ്മുടെ കുറച്ച് തലമുറകളായിട്ട് ഇതിനെ പറഞ്ഞു പോരുന്നുണ്ട്, നമ്മളും അങ്ങനെ പോരുന്നു. എന്നിരുന്നു കഴിഞ്ഞാലും ആ ദിവസം വാമനദേവനെ നമ്മൾ പ്രാർത്ഥിക്കുകയും നമ്മള് മഹാബലിയെ പ്രാർത്ഥിക്കുകയും, ഭഗവാന്റെ വളരെ വേണ്ടപ്പെട്ട ഭക്തനാണ്. അപ്പം ആ സമയത്ത് ഭഗവാൻ പറയുവാണ്, നീ ഇന്ദ്രനാകാൻ ആഗ്രഹിച്ചല്ലേ, അതുകൊണ്ട് നിനക്ക് തീർച്ചയായിട്ടും ഞാൻ ഇന്ദ്രപദവി തന്നിരിക്കും. അടുത്ത ഇന്ദ്രനാകാനുള്ള യോഗ്യത നിനക്കാണ്. അടുത്ത ഇന്ദ്രൻ. അപ്പൊ നമ്മൾ ഓർത്ത് കാണും, ഈ ഇന്ദ്രൻ തന്നെയാണോ ഇത്രയും വർഷങ്ങളും ഭരിക്കുന്നത്? അത് പ്രധാനമന്ത്രി മന്ത്രിമാരും ഒക്കെ മാറി മാറി ഭരിക്കുന്നത് പോലെ ഈ പറയുന്ന പോലെ ഇന്ദ്രനും അതുപോലെ ബാക്കിയുള്ള ദേവന്മാരും ഒരു പോസ്റ്റ് മാത്രമാണ്. അതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അപ്പൊ അടുത്ത ഇന്ദ്രനാകാനുള്ള പദവി കൊടുക്കൂ. നമ്മൾ ആൾക്കാർ പറഞ്ഞാൽ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തുന്നില്ല. ഭഗവാൻ പറയുന്നു, നീ സുതലത്തിൽ പോയി വസിക്കാൻ, ദേവലോകത്തെക്കാളും മഹത്തരമായിട്ടുള്ള സുതലം എന്നുള്ള ഒരു പ്രദേശം തന്നെ സൃഷ്ടിച്ചു കൊടുത്തു ഭഗവാൻ. ഏതൊക്കെയാണ് അധമലോകങ്ങൾ? ഏതൊക്കെയാണ്? താഴോട്ടുള്ള ലോകങ്ങള് പാതാളം. എല്ലാവരും മറന്നു അല്ലെ? ചിലർക്ക് ഓർമ്മയുണ്ട്. അതലം, വിതലം, സുതലം, മഹാതലം, രസാതലം, തലാതലം, പാതാളം. അപ്പൊ അങ്ങനെ 7 ലോകങ്ങൾ താഴോട്ടുണ്ട്. അതിലെ സുതലത്തിലാണ് മഹാബലി, അല്ലെങ്കിൽ പാതാളത്തിലില്ല. പാതാളത്തിൽ അസുരന്മാര് വസിക്കുന്ന സ്ഥലമാണ്. അപ്പൊ സുതലം എന്ന് പറയുന്ന സ്വർഗത്തെക്കാളും സുന്ദരമായിട്ടുള്ള ഒരു പ്രദേശം സൃഷ്ടിച്ചു കൊടുത്തിട്ട് ഭഗവാൻ പറഞ്ഞു, ഞാൻ നേരിട്ട് നിനക്ക് കാവല് നിൽക്കുന്നതായിരിക്കും. നിന്റെ പുരത്തിന്, നിന്റെ പ്രദേശത്തിന്, നിന്റെ ആ ഗോപുരവാതിൽക്ക് ഗേറ്റ് കീപ്പർ ആയിട്ട് നിൽക്കുകയാണ് ഭഗവാൻ. ഗേറ്റ് കീപ്പർ ആയിട്ട്. അതായത് മഹാബലിയുടെ ആ ഒരു ജന്മം തീർന്ന അടുത്ത ജന്മം ഇന്ദ്രന്റെ പദവി ആകുന്നിടം വരെ ഭഗവാൻ അവിടെ കാവൽക്കാരനായിട്ട് നിൽക്കുകയാണ്. അതാണ് വാമന ലീല, വാമനദേവന്റെ കാരുണ്യം. മനസ്സിലായല്ലേ? നമ്മൾ ഈ കേരളത്തിൽ കാണുന്ന ആ ഒരു രീതികളോ പുടവേറായിട്ടുള്ള ഒരു മാവേലി, അങ്ങനെ കുറെ സങ്കല്പങ്ങൾ കേരളത്തിൽ ഇങ്ങനെ വരുന്നുണ്ട്. അതൊന്നും അല്ല. അതിന്റെ ഭാഗവതത്തിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കഥ മാത്രം നമ്മൾ കേൾക്കുക, നമ്മൾ മനനം ചെയ്യുക. നമ്മൾ വാമനദേവനെയും അതുപോലെ മഹാബലിയും ഒരേപോലെ ഗ്ലോറിഫൈ ചെയ്യുക. ഭഗവാനും ഭഗവാന്റെ ഭക്തനും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല. കാര്യം ഭഗവാന് ഭക്തനെ ഗ്ലോറിഫിക്കേഷൻ ചെയ്യുന്നതാണ് ഏറ്റവും ഇഷ്ടം ഭഗവാന്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ ഈ രീതിയിൽ ആയിരിക്കണം ഓണത്തിനുള്ള നമ്മളുടെ സങ്കല്പമൊക്കെ. അപ്പൊ എല്ലാവരും ആ ഓണം നന്നായിട്ട് ഭഗവാനൊക്കെ ഈ വാമനദേവനും അതുപോലെ തന്നെ മഹാബലിക്കും ഒക്കെ സമർപ്പിച്ചിട്ടാണ് അവരവരുടെ പ്രസാദം കഴിച്ചതെന്ന് വിചാരിക്കുന്നു. അപ്പൊ എല്ലാവർക്കും എന്താ പറഞ്ഞ ആ ഓണത്തിന്റെ ആ ഒരു നിറവില് ഇനിയുള്ള ആ തുടർന്നുള്ള വർഷങ്ങള് പോകട്ടെ. ഇനിയും ഒരുപാട് ഓണം ആഘോഷിക്കാനുള്ള ഭാഗ്യം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്ന ഈ അവസരത്തില്. 12 അല്ലേ പ്രഭു? 12 മഹാജനങ്ങളിൽ ഒരാളും കൂടിയല്ലേ ബലി മഹാരാജ? ആര്? ബലി മഹാരാജാവ്? മഹാജനങ്ങളില്ലേ? മഹാജനങ്ങളിൽ ഒരാളാണെന്നാണ്. അതെ, 12 മഹാജനങ്ങളിൽ ഒരാള്. ഭീഷ്മദേവരുണ്ട്, അതുപോലെ മഹാദേവനുണ്ട്, ബ്രഹ്മാവുണ്ട്, യമധർമ്മരാജാവുണ്ട്, നമ്മുടെ ജനക മഹാരാജാവുണ്ട്, സീതാദേവിയുടെ അച്ഛൻ ജനക മഹാരാജ, ഭീഷ്മര്, അങ്ങനെയൊക്കെയുള്ള 12 മഹാജനങ്ങളിൽ ഒരാള്. പിന്നെ നമ്മുടെ സുഖദേവ് ഗോസ്വാമി ഉണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള മഹാജനങ്ങളിലൊക്കെ പെടുന്ന ആളാണ് മഹാബലി. തീരെ ആ ഒരു സാധാരണ വ്യക്തിയല്ല. അദ്ദേഹത്തിന് ഭക്തനാണെങ്കിൽ ഒരു അഹങ്കാരം ഉണ്ടായി. ഭഗവാൻ അപ്പൊ അഹങ്കാരത്തെ വളരെ നിസ്സാരപൂർവം എടുത്തു കളഞ്ഞു. അപ്പം മഹാബലി തിരിച്ച് അങ്ങോട്ട് കൊടുത്തതോ, ഇതെല്ലാം ഭഗവാന്റെ അല്ലേ. അപ്പൊ അതുകൊണ്ട് ഭഗവാന്റേതായ സ്ഥലം ഭഗവാൻ തന്നെ അങ്ങ് അളന്നെടുത്തു. അപ്പൊ ഇനിയിപ്പോ എന്താണ്? എന്റെ ശരീരവും മനസ്സും ബുദ്ധിയും അഹങ്കാരവും എല്ലാം തന്നെ എന്റെ ആത്മാവും കൂടെ കൂടി ഞാൻ ഭഗവാനിൽ സമർപ്പിച്ചിരിക്കുന്നത്. അതാണ് ആത്മനിവേദനം. അപ്പൊ ആത്മനിവേദനം എന്താണ്? നമ്മളിൽ എല്ലാവരും ഉണ്ടാകട്ടെ. ആത്മനിവേദനത്തിന്റെ ആ ഒരു നല്ല സാരാംശം എല്ലാവരിലും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പൊ അതുപോലെ തന്നെ ഞാന് കഴിഞ്ഞ ദിവസം നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു മാതാജിയുടെ ഒരു 2-3 വോയിസ് മെസ്സേജ് എനിക്ക് വന്നിരുന്നു. ഞാനത് കേട്ടിട്ട് എനിക്ക് വിങ്ങിപ്പൊട്ടിയ സംഭവമാണ്. എനിക്ക് നിയന്ത്രണം വിട്ട്, ഞാൻ ഓഫീസിലിരുന്നു, ആ സമയത്ത് പോലും എനിക്ക് നിയന്ത്രണം വിട്ട് കരയേണ്ടി വന്നു. കാര്യം മാതാജിയുടെ മെസ്സേജ് കേട്ടപ്പോ. അപ്പൊ മാതാജി എന്താ പറയുന്നത്, ശരിക്കും ഒരു കുറൂരമ്മയുടെ ഒക്കെ ഒരു അവതാരമാണ്. അപ്പൊ ഞാൻ ശരിക്കും വിചാരിച്ചു, നമ്മളുടെ ഗ്രൂപ്പിൽ അങ്ങനെ കുറെ ഭക്തരായ മാതാജിമാർക്ക് ക്ലാസ് എടുക്കാനായിട്ട് ഭഗവാൻ എനിക്കൊരു യോഗം ഉണ്ടാക്കി തന്നല്ലോ. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെ എടുക്കുക, എനിക്ക് യാതൊരു യോഗ്യതയില്ല. ഞാൻ LKGയുടെ പടിവാതിൽക്കൽ പോലും എത്തിയിട്ടില്ല. അപ്പൊ നിങ്ങളെല്ലാവരും അതിന് യോഗ്യത ഉണ്ടാക്കി തന്നതിൽ എനിക്ക് ഒരുപാട് അഭിമാനം.
ഞാൻ എന്താ എനിക്ക് മറുപടി പോലും പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായിരുന്നു ഞാൻ ആ മെസ്സേജ് കേട്ടത്. അത്രയ്ക്ക് വളരെ കരുണാർത്ഥമായി പോയ മെസ്സേജ് ആയിരുന്നു മാതാജിയുടെ മെസ്സേജ്. അപ്പൊ മാതാജി ഭഗവാനോട് ഉള്ള ഭക്തി എന്തുമാത്രം ഉണ്ടായിരുന്നു. അതുപോലെ ഇതുപോലെ ഒരു ആത്മനിവേദനത്തിന്റെ ഒരു അവതാരമാണത്. ഇപ്പൊ കയറിയിട്ടില്ല മാതാജി, വല്ലപ്പോഴും ഒക്കെ കയറാറുള്ളൂ. എന്നാലും ഭഗവാന്റെ ആ ഒരു ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഭക്തിയുടെ ഒരു പരമകാഷ്ഠയിലുള്ള ഒരു ആത്മസമർപ്പണം, ആത്മനിവേദനം തന്നെയാണത്. അതിൽ എനിക്ക് വേറൊരു ഉദാഹരണം പറയാനില്ല. ഞാൻ എന്നിട്ട് മാതാജിയോട് തിരിച്ച് മറുപടി പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, മാതാജി ഇനി മാതാജിക്ക് ഒരു ജന്മം ഉണ്ടാകില്ല, മാതാജിക്ക് തീർച്ചയായിട്ടും ഇനി ഒരു ജന്മം ഉണ്ടാകത്തില്ല. തീർച്ചയായിട്ടും ഭഗവാന്റെ അടുത്തേക്ക് തന്നെ എന്താ പറയുന്നത്, ഇനി ഒരു ജനനം എന്ന് പറഞ്ഞ് മാതാജിക്ക് അസാധ്യമാണ്. കാര്യം ഭഗവാന്റെ കൂടെ വസിക്കാനുള്ള യോഗ്യത എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഞാൻ മറുപടി പറഞ്ഞത്. എനിക്കൊരു യോഗ്യതയില്ല അങ്ങനെ പറയാനും. എന്നാലും ഞാൻ എൻ്റെ പ്രാർത്ഥന ഇതാണ് എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. എനിക്ക് വളരെയധികം എന്താ പറയുന്നത്, ഒരുപാട് ഇത് കേട്ടപ്പോൾ ഒരുപാട് മെസ്സേജ് കേട്ട് കഴിഞ്ഞപ്പോൾ ഒരുപാട് ദുഃഖവും, അവരുടെ ആ ഒരു അനുഭവം എന്നോട് പറഞ്ഞപ്പോൾ ഒരുപാട് ദുഃഖവും, അത് കഴിഞ്ഞ് പിന്നെ ഒരുപാട് സന്തോഷം ഉണ്ടായൊരു അവസ്ഥയാണ്. പിന്നെ അതുപോലെ എനിക്ക് വേറൊരു വിഷമമുള്ള ഒരു സംഭവം കൂടെ ഉണ്ടായിരുന്നു. നമ്മുടെ ഒരു ഡിവോട്ടിയുടെ ഒരു കുട്ടിക്ക് ഇതുപോലെ കൂടെ പഠിക്കുന്ന കുട്ടികൾ തന്നെ എന്താ പറയുന്നത്, മയക്കുമരുന്ന് കൊടുത്തിട്ട് ഒരു ഉപദ്രവിക്കാനായിട്ടുള്ള ഒരു ശ്രമം നടന്നിരുന്നു. അങ്ങനെ ഒരു വിവരം അറിഞ്ഞു. ഒരുപാട് എനിക്ക് വിഷമമുണ്ടായി. അങ്ങനെ വെറും സ്കൂളിൽ പഠിക്കുന്ന പറഞ്ഞാൽ +1 +2 ആ ഒരു ലെവലിൽ എത്തിയിട്ടേ ഉള്ളൂ. ആ ഒരു കൂടെ പഠിക്കുന്ന കുട്ടികൾ തന്നെ ഇതേപോലെ പാനീയത്തിൽ, ജ്യൂസിലൊക്കെ മയക്കുമരുന്ന് കലക്കി കൊടുത്തിട്ട് ആ ഒരു മയക്കുമരുന്നിനെ അടിമയാക്കാനായിട്ടുള്ള ശ്രമവും അതൊക്കെ നടന്നു. ഒരു പീഡന ശ്രമവും ഒക്കെ തന്നെ. അതായത് സ്കൂളിൽ തന്നെ ഇത് വന്നിരിക്കുകയാണ്, ഇങ്ങനെയുള്ള ഒരു സംഭവം. നമ്മുടെ കേരളത്തിൽ നമുക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും എനിക്ക് എല്ലാവരോടുള്ള ഒരു അപേക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്മളുടെ ഡിവോട്ടി ആണെങ്കിലും നോൺ ഡിവോട്ടി ആണെങ്കിലും എല്ലാവർക്കും ഇത് സംഭവിക്കും. പക്ഷെ എൻ്റെ ഒരേ ഒരു അപേക്ഷ എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരെ വിടുമ്പോൾ, നമ്മളെ ഒരു സ്ഥലത്തേക്ക് ഒരു പ്രോഗ്രാമിനൊക്കെ വിടുമ്പോൾ നമ്മളത് ശ്രദ്ധിക്കണം. നമ്മൾ എവിടെയാ വിടുന്നത്, ആരുടെ കൂടെ ഏൽപ്പിച്ചു വിടുന്നു, അവിടെ ഏതൊക്കെ തരത്തിലുള്ള ആൾക്കാരാണ് വരുന്നത് ഇപ്പൊ ആൺകുട്ടികൾക്കും ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ കൂടെയാണ് പോയിരിക്കുന്നത്. നമ്മൾ ഒരുപാട് പത്രത്തിലും ന്യൂസിലും ഒക്കെ വായിച്ചിട്ട് നമുക്ക് അറിയാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പൊ നമ്മളെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. എനിക്കത് ഇപ്പോഴും ആ ദുഃഖത്തിൽ നിന്ന് എനിക്ക് പിന്മാറാനായിട്ട് കഴിഞ്ഞിട്ടില്ല. കാര്യം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ആ ഒരു ഇതിൽ നിന്ന് റിക്കവർ ആയിട്ടില്ല അവര്. അപ്പം നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം, അവരെത്രയും പെട്ടെന്ന് അവര് എന്താ പറയുന്നത്, ആ ഒരു ഭഗവാന്റെ ഭക്തിയിലേക്ക് വീണ്ടും തിരിച്ചെത്താനായിട്ട് പ്രാർത്ഥിക്കണം. കാര്യം പൊതുവെയുള്ള ആൾക്കാര് പറയും കൃഷ്ണഭക്തി കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്നൊക്കെ പറയും. അപ്പൊ അങ്ങനെ കൃഷ്ണഭക്തി കൊണ്ട് അല്ലാത്തവർക്കൊന്നും ഇത് കേട്ടിട്ടില്ലേ? ആ സൂര്യനെല്ലിൽ പീഡനം ചെയ്ത ആ കുട്ടി എന്തുമാത്രം ശ്രീകൃഷ്ണ ഭക്തി ആയിരുന്നു. അതുപോലെ എത്രയോ പീഡനങ്ങൾ നടന്നതിന് സരിതാ നായർന്നും അങ്ങനെയൊക്കെ പറഞ്ഞ് ഓരോന്നോരോന്നും നമ്മൾ കേൾക്കുന്നില്ല. അവരൊക്കെ കൃഷ്ണഭക്തിയായിട്ടാണ് നടന്നത്. അപ്പം ലക്ഷക്കണക്കിന് ആളുകളിൽ കൃഷ്ണഭക്തർ വേണ്ട വിരലിലെണ്ണാൻ പോലും ഇല്ല. അപ്പം ഈ ഒരു വയനാട്ടിലൊക്കെ വെള്ളപ്പൊക്കം വന്നു കഴിഞ്ഞപ്പോഴത്തേനും, അല്ല ഇത് വന്നപ്പം, ഉരുൾപൊട്ടൽ വന്നപ്പോൾ അത് കൃഷ്ണഭക്തരെ മാത്രമാണോ പിടിച്ചത്? ഒരു പ്രതിസന്ധിയും പ്രശ്നങ്ങളും പ്രളയങ്ങളൊക്കെ വരുമ്പോൾ അത് എല്ലാവരിലും വരും. പക്ഷെ കൃഷ്ണഭക്തര് അതെന്ത് ചെയ്യും? ഭഗവാന്റെ പ്രൊട്ടക്ഷനിലാണ് ഉള്ളതല്ലേ. അപ്പൊ അവരത് റിക്കവർ ചെയ്യും, അവർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റും. ഇത് ഇന്ന കാരണം കൊണ്ടാണ് എനിക്കിത് വന്നത്. മറ്റുള്ളവർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. ആ ഒരു വീക്ഷണ കോണാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ കൃഷ്ണഭക്തിയിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രശ്നമാകും എന്ന് ഉള്ള ആ ഒരു തെറ്റിദ്ധാരണ ഒരിക്കലും ഉണ്ടാകരുത്. നമ്മളെ നാട്ടിലും ഒക്കെ അങ്ങനെ ആൾക്കാർ ഇങ്ങനെ പറഞ്ഞു പരത്തുന്നുണ്ട് ഈ ഒരു രീതി. അപ്പം അല്ലാത്തവർക്ക് ആർക്കും പ്രശ്നമില്ലേ? നിങ്ങൾ ചുറ്റോട് ചുറ്റും നോക്കിക്കേ, വേറെ ആർക്കും അസുഖം ഉണ്ടാകാതിരിക്കുന്നില്ലേ? ഭഗവാന്റെ ഭക്തിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഉടനെ ഭഗവാൻ ഇതെല്ലാം കൂടെ അങ്ങ് തൂത്തുപെറുക്കി എറിയുമോ? നമ്മൾ ഏതെല്ലാം കാര്യങ്ങൾ കണ്ടു. ഭഗവാന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാവുന്ന ലീലകൾ ഉണ്ടായിരുന്നു അല്ലെ? പാലാഴി മദനം, ഭഗവാൻ അവരെ ആരും വെറുതെ ഇരുത്തി, എല്ലാവരോടും പറഞ്ഞു പണിയെടുക്കാൻ പറഞ്ഞു, പർവ്വതം എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു, വാസുകിയെ ചെന്ന് കൊണ്ടുവരാൻ പറഞ്ഞു. അവരെ കൊണ്ട് പണിയെടുപ്പിച്ചു നല്ലപോലെ, ദേവന്മാരെ കൊണ്ട് അസുരന്മാരെ കൊണ്ടും അല്ലെ. എന്നിട്ട് അവസാനം അവരെ കൊണ്ട് നടക്കുകയെന്ന് പറയുമ്പോൾ ഭഗവാൻ ഏത് അവതാരം എടുത്തു? അജിതാവതാരം എടുത്തിട്ടാണ് ഭഗവാൻ വന്നിട്ട് എന്താ പറഞ്ഞു, മന്ദരപർവ്വതത്തെ ഇട്ട് ഒന്ന് കടഞ്ഞു കൊടുത്തത് അല്ലെ. അപ്പൊ എല്ലാം അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം നമ്മളൊരു സ്റ്റോറി കണ്ടായിരുന്നു.
എന്താ പറഞ്ഞ ചിറ കെട്ടാനായിട്ട് പോകുന്നത്. നമ്മള് ധനുഷ്കോടിയിൽ ചിറ കെട്ടിയിട്ടില്ലേ ഭഗവാൻ, രാമേശ്വരത്തൊക്കെ ഉള്ള കാര്യങ്ങള്. ഭഗവാൻ അത് ഒരൊറ്റ ദൃഷ്ടിയിൽ അത് ചെയ്യാൻ വരുന്നല്ലോ. ഭഗവാൻ അത് ചെയ്തു കൊടുത്തില്ല. കാര്യം എല്ലാവർക്കും ഒരു അവസരം കൊടുത്തു. നമ്മൾ പരിശ്രമിക്കുക, ഫലം ഭഗവാനാണ് തരേണ്ടത്. ആ ഒരു ഭാവമായിരിക്കും. അല്ലാതെ വെറുതെ ഇങ്ങനെ സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ കിട്ടാനായിട്ട് നമ്മള് എന്താ ഭഗവാൻ വന്ന് നമ്മുടെ സേവ ചെയ്യണം. നമ്മൾ കുറൂരമ്മയോ നമ്മള് യശോദാമയോ ഒന്നും അല്ല, അല്ലെങ്കിൽ ഗോപികമാരും അല്ല. അപ്പൊ അതുകൊണ്ട് നമ്മളുടെ ഭാഗത്തു നിന്നുള്ള പരിശ്രമം ഉണ്ടാകുക, ഫലം തരുക. നമ്മൾ വരുന്ന ഏത് പ്രശ്നങ്ങളെയും നമ്മൾ കൃഷ്ണഭക്തരായി കഴിഞ്ഞാൽ അത് അതിനെ ഉൾക്കൊള്ളുന്ന തലം വേറെ ആയിരിക്കും. കാര്യം നമ്മളെല്ലാം ഭഗവാനെ കണക്ട് ചെയ്ത്, ഇത് ഭഗവാന്റെ ഇച്ഛ കൊണ്ടാണോ സംഭവിച്ചത്? ഭഗവാന്റെ ഇച്ഛ കൊണ്ടാണെങ്കിൽ ഭഗവാൻ അറിയാതെ അല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഇതിന് എന്തെങ്കിലും ഒരു ഉദ്ദേശമുണ്ട്. അദ്ദേഹത്തിന്റെ ഉദ്ദേശം എന്താണെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഇച്ഛ അനുസരിച്ചിട്ട് നടക്കട്ടെ എന്നുള്ള മനോഭാവത്തിലേക്ക് നമ്മൾ അതിനെ മാറ്റും. നമ്മളുടെ പുറത്താണ് ഈ പ്രശ്നം, നമ്മളുടെ ഉള്ളിലല്ല, മറ്റുള്ളവരുടെ ഉള്ളിലാണ്. അവരെ അതോടുകൂടി എന്താണ് കയറെടുക്കാൻ പോകുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും വിഷം വാങ്ങി കഴിക്കാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ നാട് വിട്ടു പോകാൻ ശ്രമിക്കുന്നു. ഇതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും ആ കൃഷ്ണഭക്തി കൊണ്ടാണ് ഞാൻ ഇപ്പൊ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത്, ഈ ഒരു പ്രശ്നമായിട്ട് റിലേറ്റ് ചെയ്ത് കൃഷ്ണ ഭക്തരായത് കൊണ്ടാണ് അവർക്ക് ഇങ്ങനെ സംഭവിച്ചതെന്ന് പറഞ്ഞിട്ടൊരു ഇത് കേട്ടു. പക്ഷെ ഒരിക്കലും നിങ്ങളാരും അത് അംഗീകരിച്ചു കൊടുക്കുകയും ചെയ്യരുത്. ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മറുപടി കൊടുക്കാനും നമ്മളെല്ലാവരും തയ്യാറാകണം. നമുക്ക് ചുറ്റോട് ചുറ്റുമുള്ള നിങ്ങളുടെ കാര്യങ്ങൾ കണ്ടുകൊണ്ടില്ലേ, എത്രയോ പേർക്ക് ഇതുപോലെ സംഭവിക്കുന്നുണ്ട്. ആരും ആരോടും പറയുന്നില്ല, ആരും അറിയുന്നില്ല. എല്ലാവരും ചിലർ ഒതുക്കി കളയുന്നു. എന്തുമാത്രം പേര് അതിന്റെ ആ ഒരു വിഷമാവസ്ഥയിൽ ആജീവനാന്തം കാലം മുഴുവൻ ഇരിക്കുന്നു. എത്രയോ പേര് കയറെടുക്കുന്നു. ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുക. അവരെല്ലാം കൃഷ്ണഭക്തരാണോ? അല്ല. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും നമ്മള് എന്താ പറഞ്ഞ ഭൗതികതയിൽ ഉള്ള ജീവിതവും കൃഷ്ണാവബോധത്തിലുള്ള ജീവിതവും തമ്മിൽ അങ്ങനെ ഒരു താരതമ്യ പഠനം ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് എല്ലാത്തിനും നമ്മൾ ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ള നമുക്ക് ഉറച്ച വിശ്വാസമാണ് നമ്മളെ മുന്നോട്ട് നടത്തുന്നത്. ഹരിബോൾ. നമുക്ക് ഇനി അടുത്ത ഭഗവത്ഗീതയിലേക്ക് കിടക്കാം. ജയോ രാധ മാധവ കുഞ്ച വിഹാരി ഗോപിജന വല്ലഭ ഗിരിവരധാരി യശോദനന്ദന വ്രജ ജന രഞ്ജന യശോദനന്ദന വ്രജ ജന രഞ്ജന യമുന തീരവനചാരി ജയോ രാധ മാധവ കുഞ്ച വിഹാരി ഗോപിജന വല്ലഭ ഗിരിവരധാരി ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശ്രീ ചൈതന്യ മനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപഗദാമഹ്യം ദദാമി സ്വപാന്തികം വന്ദേഹം ശ്രീഗുരോ ശ്രീയുതപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ്ച ശ്രീരൂപം സഗ്രജാതം സഗണ രഘുനാഥാനിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജന സഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഗണ ലളിതാ ശ്രീ വിശാഖാനിതാം ച. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപിയാ കാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. മോകം കരോതി വാചാലം പങ്കുല്യം ഗയതേ ഗിരിയത്കൃപാതമഹം വന്ദേ ശ്രീഗുരുദീനതാരിണം പരമാനന്ദമാധവം ശ്രീ ചൈതന്യീശ്വരം. വാഞ്ചാകൽപതരൂപശ്ച കൃപാസിന്ധുഭേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ജയപതാക സ്വാമി നാമിനി നമാചാര്യായ പദാനിത്തായ കൃപാപ്രദായിനി ഗൗരഗദാദാമോദായ നഗരഗ്രാമധാരണി. നമോ ഓം വിഷ്ണുപദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തി വേദാന്ത സ്വാമിനി നാമിനി നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശധാരണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരവൃന്ദാം. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ ഹരേ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരേ കൃഷ്ണ. ഇത് നമ്മളിപ്പം ഞാൻ നേരത്തെ ഒന്നുകൂടെ പറഞ്ഞാണ്, ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാണ് ആദ്യം കയറാതിരുന്നവർക്ക് വേണ്ടിയിട്ട്. ഇത് അന്താരാഷ്ട്ര ഹരിനാമ വാരമാണ് നമ്മൾ ആഘോഷിക്കുന്നത്. ഇന്ന് നമ്മൾ 4-ാം ദിവസം എത്തി നിൽക്കുകയാണ്. അപ്പൊ ഈ 4 ദിവസം മുൻപേ 17-ാം തീയതിയാണെന്ന് തോന്നുന്നു, 17-ാം തീയതി ശ്രീല പ്രഭുപാദര് അമേരിക്കയിലെ
കൃഷ്ണാബോധം പ്രചരിപ്പിക്കാനായിട്ട് കാലുകുത്തിയ ദിവസമാണ്. അപ്പൊ അന്ന് തൊട്ട് 7 ദിവസം ലോകം മുഴുവന് ഹരിനാമ വാരമായിട്ട് ആഘോഷിക്കുകയാണ്. 7x24 hours അങ്ങനെ ഹരിനാമം ഇടതടവില്ലാതെ എത്രയോ സ്ഥലങ്ങളിൽ ഇങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഞാൻ അതിന്റെയൊക്കെ ലിങ്ക് ഒക്കെ ഇടയ്ക്ക് അയച്ചു തന്നിട്ടുണ്ട്. നിങ്ങൾ സാധാരണ ജപിക്കുന്ന 16 റൗണ്ട് കൂടാതെ നിങ്ങൾ എത്ര ജപിക്കാൻ പറ്റുവാണെങ്കിലും അത്രയും ജപിക്കണം. പിന്നെ ഇതൊക്കെ മോണിറ്റർ ചെയ്യുന്നുണ്ട്. അപ്പൊ ആ മോണിറ്റർ ചെയ്യുന്ന അവർക്കൊക്കെ അതിന്റെ സംഖ്യ നമ്മൾ എത്രയാണ് ജപിച്ചതെന്ന് നമ്മൾ അയച്ചു കൊടുക്കുകയും വേണം. അതൊക്കെയായിരുന്നു ഞാൻ അതിന്റെ മെസ്സേജ് ഒക്കെ ഇട്ടതാണ്. ചിലപ്പം പലരും ശ്രദ്ധിച്ചു കാണത്തില്ലായിരിക്കാം. അപ്പൊ ഇനിയുള്ള ദിവസമെങ്കിലും നമ്മൾ എക്സ്ട്രാ ഹരിനാമം ജപിക്കണം. നമ്മൾ ലോക ഹരിനാമ ആചരണ വാരത്തിൽ നമ്മളും പങ്കെടുക്കണം. അതാണ് ഒരു അനൗൺസ്മെന്റ്. പിന്നെ അടുത്തത് നമ്മൾ ഒരു കാര്യം മുമ്പേ പറഞ്ഞു, മഹാബലിയുടെ ഒരു മകളുടെ കാര്യം പറഞ്ഞല്ലേ. മഹാബലിയുടെ മകൾ ആദ്യ വാമനദേവനെ കണ്ടപ്പോൾ എന്താണ് ആഗ്രഹിച്ചിരുന്നു? ഇതുപോലെ ഒരു ഉണ്ണി ഉണ്ടായാൽ എന്ന് ആഗ്രഹിച്ചു. അത് കഴിഞ്ഞിട്ട് മഹാബലിക്ക് മോക്ഷം കൊടുക്കുന്ന സമയത്ത് മഹാബലി അവർ വിചാരിച്ചു, എന്റെ പിതാവിന്റെ ഇല്ലായ്മയ്ക്ക് കാരണം ഇദ്ദേഹമാണല്ലോ, അപ്പൊ അതുകൊണ്ട് ഇദ്ദേഹത്തിന് എനിക്ക് കൊന്നാലായിട്ട് വിഷം കൊടുത്ത് കൊല്ലാനായിട്ടൊരു ആഗ്രഹം തോന്നി ഈ ഉണ്ണിയെ. അപ്പൊ ഈ 2 ആഗ്രഹങ്ങളും ഭഗവാൻ എന്താണ് അറിഞ്ഞു. അങ്ങനെ എന്ത് ചെയ്തു? ഇവരെ അടുത്ത ജന്മത്തിൽ ആരായിട്ട് പറഞ്ഞു? പൂതനയായിട്ട് പറഞ്ഞു. അങ്ങനെ പൂതനയ്ക്ക് ഭഗവാൻ ഈ 2 കാര്യങ്ങളും ചെയ്തു കൊടുത്തു. എന്താണ്? ആദ്യം ഉണ്ണിയായിട്ട് ഭഗവാൻ എന്റെ ഒക്കത്തിരുന്നു അല്ലെ. അത് കഴിഞ്ഞിട്ട് എന്താണ്? ഭഗവാൻ ആ ജീവരക്തം അങ്ങ് എടുത്തു. അപ്പോൾ ഭഗവാൻ യശോദാമായിക്ക് കൊടുക്കുന്ന, അമ്മയ്ക്ക് കൊടുക്കുന്ന ആ സ്ഥാനം വൈകുണ്ഠ ലോകത്തിൽ കൊടുത്തു. അമ്മമാർക്ക് കൊടുക്കുന്ന സ്ഥാനം വൈകുണ്ഠ ലോകത്തിൽ. പൂതനെ കൊല്ലാനാണ് വന്നെങ്കിൽ കൂടി ഭഗവാൻ കരുണാലു ആയിരുന്നു. മനസ്സിലായില്ലേ? ഭഗവാൻ സ്ഥാനം കൊടുക്കുന്ന വൈകുണ്ഠ ലോകത്തില് അമ്മമാർക്ക് കൊടുക്കുന്ന സ്വർഗത്തിൽ തന്നെ ഒരുപാട് ഡിവിഷൻ ഉണ്ട്. അതിൽ അമ്മമാർക്ക് കൊടുക്കുന്ന ഭാഗം ഭഗവാൻ പൂതനയ്ക്ക് കൊടുത്തു. അതാണ് രത്നമാല. അത് തന്നെ ഇപ്പോഴാണ് ഞാൻ ഓർത്തത്. രത്നമാല. മാതാജി അത് കണ്ടുപിടിച്ചല്ലോ. താങ്ക് യു മാതാജി. ഓക്കെ. അപ്പൊ അങ്ങനെ അപ്പൊ നമ്മളിനി കഴിഞ്ഞ ആഴ്ച നമ്മൾ എവിടം വരെയാണ് എടുത്തിരുന്നത്? നമ്മള് രഥം കൊണ്ടുപോയിട്ട് ഭഗവാൻ എന്താണ് 2 സൈന്യത്തിന് നടുക്ക് കൊണ്ടുപോയി നിർത്തി. അപ്പൊ അവിടെയുള്ള ആ ഒരു കുരുവംശജരെയൊക്കെ നോക്കാനായിട്ട് ഭഗവാൻ പറഞ്ഞു. ഏത് ശ്ലോകമായിരുന്നു ഭഗവാൻ പറഞ്ഞത്? ആദ്യമായിട്ട് പറഞ്ഞൊരു ശ്ലോകം എന്ന് പറഞ്ഞ് നമുക്ക് അതിലൊക്കെ ഭീഷ്മദ്രോണ പ്രമുഖത സർവേഷാം മഹീഷിതാം ഉവാച പാർത്ഥ പശ്യതാൻ സമവേദാൻ കുരുനിധി. അപ്പം ഭഗവാൻ ആദ്യമായിട്ട് പറഞ്ഞ ആ ഒരു ശ്ലോകം നമ്മൾ കണ്ടു. അപ്പൊ അവിടെ ആയിരുന്നല്ലോ ഒരു കോൺട്രഡിക്ഷൻ വന്ന 2-ാം അധ്യായത്തിലാണല്ലോ എന്നൊക്കെ പറഞ്ഞ് ഞാനും അങ്ങനെയും കേട്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഞാൻ 1-2 മാതാജിമാരത്തൊക്കെ ചോദിച്ചു. അപ്പൊ എല്ലാവരും 2-ാം അധ്യായത്തിൽ 2-ാം അധ്യായമാണ് മാതാജി. ഞാനും കണ്ടിട്ടുണ്ട്, ഞാനും കേട്ടിട്ടുമുണ്ട്. പക്ഷെ ഇവിടെ പറയുന്ന അനുസരിച്ചിട്ട് ഭഗവാൻ അത് പറയുകയാണ്. അപ്പൊ പിന്നെ ഞാനത് അല്ലാതെ ഇങ്ങനെ പറയുന്നത്. നിങ്ങളും വായിച്ചു നോക്കിയിട്ടുണ്ടല്ലോ. അല്ല, ഭഗവാൻ പറയുന്നത് ഭഗവാൻ ഉവാച എന്ന് വരുന്നുണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, ഭീഷ്മദ്രോണാദികളുടെയും മറ്റ് രാജാക്കന്മാരുടെയും മുന്നിൽ വെച്ചിട്ട് ഭഗവാൻ ഇങ്ങനെ പറഞ്ഞു, പാർത്ഥ ഇവിടെ ഒത്തുകൂടിയ കുരുവംശജരെ നോക്കൂന്ന്. ചിലപ്പോ ഒരുപക്ഷെ മാതാജി പറഞ്ഞതായിരിക്കും ശരി. ഇത് ചിലപ്പോ സഞ്ജയൻ ഭഗവാൻ പറഞ്ഞ വാക്കുകൾ അതേപോലെ പറഞ്ഞതായിരിക്കാം. ഇസ്കോന്റെ ക്ലാസ്സിൽ തന്നെ കേട്ടതാണ്, ഞാൻ പറഞ്ഞതല്ല. ഇസ്കോന്റെ ആയിരിക്കും മാതാജി. ഞാനും പറഞ്ഞല്ലോ, ഞാനും ഇത് തന്നെ കേട്ടിട്ടുണ്ട്. അറിയത്തില്ല, പക്ഷെ ഇവിടെ അങ്ങനെ എഴുതിയിരിക്കുന്നു. നമുക്കതിനി ഒരു ചർച്ചാ വിഷയമാക്കണ്ട. അടുത്ത ശ്ലോകത്തിലേക്ക് പോകാം. അർജുന ഉവാച ദൃഷ്ടേ മാം സ്വജനം കൃഷ്ണ യുയുത്സും സമുപസ്ഥിതം സീദന്തി മമ ഗാത്രാണി മുഖം ച പരിശുഷ്യതി. അപ്പം ഭഗവത്ഗീത യഥാരൂപം അധ്യായം 1 കുരുക്ഷേത്ര യുദ്ധക്കളത്തിലെ സൈന്യ നിരീക്ഷണം, ശ്ലോകം 28. ദൃഷ്ട്വേമം സ്വജനം കൃഷ്ണ യുയുത്സും സമുപസ്ഥിതം സീദന്തി മമ ഗാത്രാണി മുഖം ച പരിശുഷ്യതി. ഹരേ കൃഷ്ണ. സുജന മാതാജി. ദൃഷ്ടേമം സ്വജനം കൃഷ്ണ യുയുത്സും സമുപസ്ഥിതം സീദന്തി മമ ഗാത്രാണി മുഖം ച പരിസൃഷ്യതി. ഹരേ കൃഷ്ണ. കൃഷ്ണകുമാരി മാതാജി. ഹരേ കൃഷ്ണ. അർജുന ഉവാച ദൃഷ്ടേമം സ്വജനം കൃഷ്ണ യുയുത്സും സമുപസ്ഥിതം സീദന്തി മമ ഗാത്രാണി മുഖം ച പരിശുഷ്യതി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ജ്ഞാനാംബിക മാതാജി.
ഹരേ കൃഷ്ണ. ദൃഷ്ടേമം സ്വജനം കൃഷ്ണ യുത്സും സമുപസ്ഥിതം സീദന്തി മമ ഗാത്രാണി മുഖം ച പരിശുഷ്യതി. ഹരി ബോൽ. ഹരേ കൃഷ്ണ. നമ്മൾ അതിന്റെ ശ്രീല പ്രഭുപാദരുടെ പദാനുപദ തർജ്ജമ. ജയ ശ്രീല പ്രഭുപാദ്. അർജുന ഉവാച, അർജുനൻ പറഞ്ഞു, കൃഷ്ണ അല്ലയോ കൃഷ്ണ, യുയുത്സു യുദ്ധയോടെ സമുപസ്ഥിതം മുന്നിൽ നിൽക്കുന്ന ഇമം സ്വജനം ഈ ബന്ധുക്കളെ ദൃഷ്ട്വ കണ്ടിട്ട് മമഗാത്രാണി എന്റെ അംഗങ്ങൾ സീതന്തി തളരുന്നു, മുഖം ച മുഖവും പരിശുഷ്യതി വരളുന്നു. അതിന്റെ വിവർത്തനം വായിക്കുക ഗീതാമാതാജി. കൃഷ്ണ പ്രഭുജി. അർജുനൻ പറഞ്ഞു, യുദ്ധത്തിനൊരുങ്ങി വന്നിട്ടുള്ള ഈ ബന്ധുമിത്രാദികളെ കണ്ടിട്ട് അവയവങ്ങൾ തളരുന്നു, മുഖം വളരുന്നു. ഭാവാർത്ഥം: നിർവ്യാജമായ ഭഗവത് ഭക്തിയുള്ള ഏതൊരാളിലും ദിവ്യന്മാർക്കും ദേവന്മാർക്കുമുള്ള സർവ്വഗുണങ്ങളും ഉണ്ടായിരിക്കും. ഭക്തി ഇല്ലാത്തവർക്കാകട്ടെ വിദ്യാഭ്യാസം കൊണ്ടും സംസ്കാരം കൊണ്ടും ഭൗതികമായി ഉന്നത പദവിയിലായിരുന്നാലും ശരി, അത്തരം ഗുണങ്ങൾ ഉണ്ടാവില്ല. അർജുനൻ തന്റെ യുദ്ധോത്സുകരായ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും രണാങ്കണത്തിൽ കണ്ടയുടനെ സഹതാപ പരവശനായി തീർന്നു. തനിക്ക് വേണ്ടി പൊരുതുന്നവരെ കുറിച്ച് അദ്ദേഹത്തിന് തുടക്കത്തിലെ അനുകമ്പയുണ്ടായിരുന്നു. ഇപ്പോൾ മറുപക്ഷത്തുള്ളവരെ കുറിച്ചും അവർക്കെല്ലാം മരണം അടുത്തതോർത്ത് അദ്ദേഹത്തിന് സഹതാപം തോന്നി. അദ്ദേഹത്തിന്റെ അവയവങ്ങൾ തളരുകയും വായ് വരളുകയും ചെയ്തു. അവരുടെ സമരവീര്യം കണ്ട് അദ്ദേഹം അമ്പരന്നു. രക്തബന്ധമുള്ള ആ വംശജർ മുഴുവനും തന്നോട് യുദ്ധത്തിനൊരുങ്ങി നിൽക്കുകയാണ്. ഇതാണ് അർജുനനെ പോലെ ദയാലുവായ ഒരു ഭക്തന് സംഭ്രമം ഉളവാക്കിയത്. ഇവിടെ എടുത്തു പറഞ്ഞിട്ടില്ലെങ്കിൽ കൂടി അർജുനന്റെ അംഗങ്ങൾ തളരുകയും വായ് വരളുകയും മാത്രമല്ല, സഹതാപാധിക്യത്താൽ അദ്ദേഹം കരയുകയും ചെയ്തു എന്ന് നമുക്ക് ഊഹിക്കാം. അർജുനനിൽ ഈ പ്രതികരണങ്ങൾ ഉണ്ടായത് ദൗർബല്യം കൊണ്ടല്ല, മൃദുല ഹൃദയത്വം കൊണ്ടാണ്. ശുദ്ധനായ ഭഗവത് ഭക്തനിൽ സ്വാഭാവികവുമാണിത്. അതുകൊണ്ട് ശ്രീമദ് ഭാഗവതം ഇപ്രകാരം പറയുന്നു: യസ്യാസ്തി ഭക്തിർ ഭഗവത്യ കിഞ്ചന സർവൈർ ഗുണൈസ്തത്ര സമാസദേ ഹരാവ ഭക്തസ്യ കുതോ മഹദ്ഗുണ മനോരഥാനാസതി ധാവതോ ബഹി. ശ്രീമദ് ഭാഗവതം 5:12. പരമദിവ്യോത്തമ പുരുഷനിൽ അചഞ്ചലനായ വിശ്വാസമുള്ളവന് ദേവന്മാരുടെ ഗുണങ്ങളെല്ലാം ഉണ്ട്. എന്നാൽ ഭഗവത് ഭക്തനല്ലാത്ത ഒരാൾക്ക് വില കുറഞ്ഞ ഭൗതിക ഗുണങ്ങൾ മാത്രമേ ഉള്ളൂ. അയാൾ മാനസിക മേഖലകളിലൂടെ അലഞ്ഞു തിരിയുന്നത് കൊണ്ട് എങ്ങും എത്താത്ത വെട്ടിത്തിളങ്ങുന്ന ഭൗതിക ശക്തിയാൽ ആകൃഷ്ടനായി പോകുമെന്നതിൽ സംശയമില്ല. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ നമ്മൾ ഇവിടെ എന്താണ് കണ്ടത്? അപ്പൊ നമ്മൾ ഈ രണ്ട് സൈന്യത്തിന്റെ നടുവിലായിട്ട് ഭഗവാൻ കൊണ്ടുപോയി തേര് നിർത്തി. അർജുനൻ അവരെ ബന്ധുമിത്രാദികളെയും ഇരു സൈന്യ സ്ഥലത്തേക്ക് നോക്കിക്കഴിഞ്ഞപ്പോ അർജുനന്റെ ദേഹം മുഴുവനും തളരുന്നു, മുഖം വരളുന്നു എന്നാണ് പറഞ്ഞത്, അല്ലെ? അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് അർജുനൻ എത്തി. അപ്പം ഇത് ശരിക്കും അർജുന വിഷാദയോഗം നമ്മൾ ഇവിടെ തൊട്ടാണ് അങ്ങോട്ട് തുടങ്ങുന്നത്. അതുവരെയാണ് നമ്മൾ നിരീക്ഷണം മാത്രമാണ് ഉണ്ടായത്. അർജുന വിഷാദയോഗം എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ തൊട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. അപ്പൊ ഇങ്ങനെ ഒരവസ്ഥ എങ്ങനെ ഉണ്ടായി? അതായത് ഒരു ഭഗവത് ഭക്തനും ഭഗവാൻ കൂടെ ഉണ്ടായിരുന്നപ്പോഴും അർജുനന് ഈ ഒരു അവസ്ഥ ഉണ്ടായി. നമ്മൾക്കത് അറിയാം. അർജുനനെ ഒരു ഉപകരണമാക്കി ഭഗവാൻ വെച്ചിരിക്കുകയായിരുന്നു എന്നല്ലേ? ശരിക്കും അർജുനന് അങ്ങനത്തെ ഒരു കാര്യം, നരനാരായണന്മാരല്ലേ ഇവര്, അവർക്ക് അങ്ങനെ ഒരു ഇത് ഉണ്ടാകേണ്ട അല്ലല്ലോ അർജുനന്. പക്ഷെ അർജുനനിൽ കൂടെ ഭഗവാൻ നമ്മൾക്ക് കുറെ ഉപദേശങ്ങൾ തരാൻ ആഗ്രഹിച്ചിരുന്നു. അർജുനന് അങ്ങനെ ആ ഒരു തളർച്ച ഉണ്ടായിട്ടില്ലെങ്കിൽ ഭഗവാൻ ഈ ഗീത ഉപദേശിക്കാനായിട്ട് നമുക്ക് വീണ്ടും ഉപദേശിച്ചല്ലേ. പണ്ട് ആദ്യമേ സൂര്യദേവനായ വിവസ്വാനും വിശ്വാകുനും മനുവിനും ഒക്കെ ഉപദേശിച്ചു കഴിഞ്ഞിട്ട് പിന്നീട് ഭഗവാൻ ആ പരമ്പര നിന്ന് പോയപ്പോൾ ഭഗവാൻ വീണ്ടും അർജുനനിലൂടെ നമുക്ക് തരുമായിരുന്നു ഭഗവത്ഗീത. എന്നിരുന്നാൽ കൂടി നമ്മളൊരു സാധാരണപ്പെട്ട ഒരു വ്യക്തി ആയിരുന്നെങ്കിൽ നമ്മൾക്കുണ്ടാകാവുന്ന ഒരവസ്ഥ, ഒരു യുദ്ധമുഖത്ത് അല്ലെങ്കിൽ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മൾക്ക് സാധാരണഗതിയിൽ ഭക്തനായാലും അഭക്തനായാലും ഉണ്ടാകാവുന്ന അവസ്ഥയാണ് ഈ അർജുനന് ഉണ്ടായത്, അല്ലെ? മുന്നിൽ നിൽക്കുന്ന ആൾക്കാരെ കണ്ടപ്പോൾ, എതിരിടാൻ നിൽക്കുന്ന ആൾക്കാരെ കണ്ടപ്പോൾ അതെന്താണ്? ബന്ധുമിത്രാദികളല്ലേ, സ്വന്തം സഹോദരങ്ങള്, പുത്രരുടെ സ്ഥാനത്തുള്ള ആൾക്കാര്, പിതാക്കന്മാരുടെ സ്ഥാനത്തുള്ള ആൾക്കാര്, ഗുരുജനങ്ങള്, ഇവരെയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ അർജുനന്റെ വിറയലുണ്ടായി, ചുണ്ടൊക്കെ വരണ്ടു. അങ്ങനത്തെ ആ ഒരു വിഭ്രാന്തിയിലേക്ക് അർജുനൻ ആഴ്ന്നു. അപ്പൊ അതിന്റെ കാരണം ഇവിടെ ശ്രീല പ്രഭുപാദരുടെ ഭാവാർത്ഥത്തിൽ പറഞ്ഞിരിക്കുന്നതാണ്.
അപ്പം നമുക്ക് ഈ ഭഗവത് ഭക്തന്മാരിലെ ദേവന്മാർക്കുള്ള ഗുണങ്ങളൊക്കെ തന്നെ ഭഗവത് ഭക്തന്മാരിലും ഉണ്ടാകും. അപ്പം ഭക്തി ഇല്ലാത്തവർക്കാകട്ടെ വിദ്യാഭ്യാസം കൊണ്ട് സംസ്കാരം കൊണ്ട് ഭൗതികമായ ഉന്നത പദവി എത്തിയാൽ കൂടി അത്തരം ഗുണങ്ങൾ ഉണ്ടാവില്ല. ചിലർക്കൊക്കെ ഏത് പദവിയിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാലും ചിലർക്കൊക്കെ വിദ്യാഭ്യാസം കൂടുന്ന അറിവ് കൂടുന്തോറും അവരെന്താണ് കൂടുതൽ എളിമയുള്ളവരായി തീരുക. മറ്റു ചിലരോ എന്തെങ്കിലും കുറച്ചൊരു 4, 3, 7 എന്ന് കൂട്ടാൻ അറിയാവുന്ന ആൾക്കാരൊക്കെ ഭയങ്കര അഹങ്കാരത്തോടുകൂടി സംസാരിക്കുകയും നമ്മളൊരു ഓഫീസിലൊക്കെ ചെല്ലുമ്പോൾ ചില ആൾക്കാരൊക്കെ വളരെ മോശമായിട്ട് പെരുമാറുകയും അതൊക്കെ ചെയ്യുന്നുണ്ട്. അവരുടെ എന്തോ ഒരു പൊസിഷൻ കിട്ടിക്കഴിഞ്ഞപ്പോൾ അവർ വിചാരിച്ചു അവരാണ് സർവ അധിപതി, പ്രൊപ്പറേറ്റർ ആണ് എന്നങ്ങ് വിചാരിച്ചു അല്ലെ, അവരങ്ങ് പെരുമാറുന്നു. അപ്പൊ ആ ഗുണം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ എന്താണ്, ഭഗവത് ഭക്തന്മാർക്ക് അങ്ങനെ ഗുണങ്ങൾ ഉണ്ടാകും. ഭക്തന്മാർക്ക് അല്ലാത്തവർക്ക് ഇങ്ങനെ ഗുണം ഡെവലപ്പ് ചെയ്യുക വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇദ്ദേഹത്തിന്റെ ആ ഒരു മനസ്സിലുള്ള ആ കരുണാർദ്രപരമായ ഒരു സമീപനമാണ് അല്ലെ ആരോടൊക്കെയുള്ള ഈ സഹാനുഭൂതി ഉണ്ടാകും. കാര്യം അർജുനന് അത് ഭഗവത് ഭക്തന്മാർക്കേ അങ്ങനെയുള്ള ഒരു കരുണ ഉണ്ടാവുള്ളൂ അല്ലെ. ബന്ധുജനങ്ങളോടും ഗുരുജനങ്ങളോടും സഹോദരന്മാരോടൊക്കെയുള്ള അനുകമ്പ, സ്നേഹം, കരുണ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഭക്തന്മാർക്ക് ആ ഭക്തിയുടെ ആയിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് അതിനെ പറയാൻ പറ്റും. ഭക്തന്മാർക്ക് അത് കൂടുതലായിട്ടുണ്ടാകും അല്ലെ. എല്ലാവരോടും, നമ്മുടെ രക്ഷകർത്താക്കളോടും നമ്മുടെ സഹോദരങ്ങളോടും അവരോടൊക്കെ തന്നെ. കാര്യം അവരെല്ലാവരും ഭഗവാന്റെ അംശമാണെന്ന് മനസ്സിലാക്കി കഴിയുമ്പോഴത്തേനും നമുക്ക് അവരോടുണ്ടാകുന്ന ആ ഒരു അടുപ്പം എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലായിരിക്കും. അപ്പൊ അങ്ങനെയാണ് വളരെ ദയാലു ആയത് കൊണ്ട് ആണ് അദ്ദേഹത്തിന് ഇങ്ങനെ ആ ഒരു സംഭ്രമം ഉണ്ടാകാൻ കാര്യം അല്ലെ. അങ്ങനെ ആ സഹതാപം ഒക്കെ അദ്ദേഹത്തിന് വന്ന് അദ്ദേഹം കരയുകയെ ഒക്കെ ചെയ്തു. അപ്പൊ അതുകൊണ്ട് ആ മൃദുല ഹൃദയത്വം കൊണ്ടാണ് ശുദ്ധഭക്തനായ ഭഗവത് ഭക്തനിലെ ഒരു ഭഗവത് ഭക്തന് സ്വാഭാവികമാണിത്. അതായത് ഒരു ഭക്തനുണ്ടാകുന്ന സ്വാഭാവികമായ ഒരു വികാരങ്ങളുടെ കൂടിയാണ് ഈ കരച്ചിലും വിറയിലും ഒക്കെ. പക്ഷെ നമ്മളത് നല്ല രീതിയിലുള്ള കരച്ചിലും വിറയിലും എങ്ങനെ ഉണ്ടാകുന്നത്? ചൈതന്യ മഹാപ്രഭുവിന് വിപ്രലംബ ഭാവം ഉണ്ടാകുമ്പോഴാണ് ഉണ്ടാകുന്നത് അല്ലെ. കൃഷ്ണ പ്രേമത്തിന്റെ ആധിക്യത്താൽ ഉണ്ടാകുന്നത്. നമ്മൾക്കിപ്പോ അർജുനനുണ്ടായ പോലെയാണ് അല്ലെ. കരുണാഭരിതമായി തീരുന്നു അല്ലെ നമ്മളുടെ മനസ്സ്. നമുക്ക് ആ സ്നേഹവും വാത്സല്യവും ആ ബഹുമാനവും ഇങ്ങനെയുള്ള കുറെ വികാരങ്ങൾ വന്നപ്പോൾ നമ്മളുടെ ഹൃദയം എന്താണ്, കരുണാഭരിതമായി മാറി. അതാണ് ഈ അർജുനനിലും അല്ലെ നമ്മൾക്കൊക്കെ ഉണ്ടാകുന്ന ആ ഒരു പ്രശ്നം. ശരിക്കും ഭഗവത് ഭക്തന്മാരിൽ ഉണ്ടാകുന്ന ഈ ഗുണങ്ങളിൽ കൂടെ എന്ത് ചെയ്യുന്നു, ആ പ്രേമഭക്തിയിലേക്ക് അങ്ങ് വരുമ്പോഴത്തേന് ആ ഒരു ഭാവം അങ്ങ് മാറി അത് വിപ്രലംബ ഭാവത്തിലേക്ക് മാറുന്നു. ഭക്തിയുടെ പാരമ്യത്താൽ ആ ഭഗവാന്റെ ലീലാസ്മരണം ഉണ്ടാകുന്ന സമയത്താണ് നമ്മൾക്ക് എന്താ ഉണ്ടാകുന്നത്, എന്താണ് വിഭ്രാന്തി ഉണ്ടാകും, ലീലാസ്മരണം ഉണ്ടാകും. ഭഗവാന്റെ ലീലാസ്മരണം. ചൈതന്യ മഹാപ്രഭുവിന് ഭഗവാന്റെ ലീലകൾ നടന്ന സ്ഥലത്തൊക്കെ പോയി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഭക്തി പാരവശ്യം ഉണ്ടായി. അദ്ദേഹത്തിന് എന്തൊക്കെയാണ് അദ്ദേഹം ചെയ്യുന്നതെന്ന് പോലും അറിഞ്ഞില്ല. അവിടെ കിടന്ന് ഉരുളുക, മണ്ണ് വാരിയിടുക, ഒരു ഭ്രാന്തന്റെ ആ ഒരു നമ്മൾ നോക്കുമ്പോൾ അതൊരു ഭ്രാന്തനാണെന്ന് തോന്നും. പക്ഷെ അദ്ദേഹം അത് എന്ത് ചെയ്യായിരുന്നു, ആസ്വദിക്കുകയായിരുന്നു. ആ രാധാകൃഷ്ണ ലീലകള് നടന്ന സ്ഥലങ്ങളിൽ അദ്ദേഹം ആ പഴയ പാസ്റ്റ് ടൈംസ്, അതായത് ഭഗവാൻ തന്നെയല്ലേ ചൈതന്യ മഹാപ്രഭു, അദ്ദേഹത്തിന്റെ പഴയ പാസ്റ്റ് ടൈംസ് ഓർമ്മ വന്നിട്ട് ആ ഒരു മുൻകാല ആ ഓർമ്മ തിരിച്ചു കിട്ടി. അദ്ദേഹം അവിടെ കിടന്ന് ആ ഒരു ലീലാസ്മരണയിൽ കിടന്ന് മതിമറന്ന് ആനന്ദിക്കുകയായിരുന്നു. ആ ആനന്ദം കണ്ടപ്പോൾ നമ്മളെ പോലെയുള്ള ഭൗതികമായ കണ്ണുകൾ കൊണ്ട് നോക്കുന്നവർക്ക് അദ്ദേഹത്തിന് ഭ്രാന്താണെന്ന് തോന്നും. പക്ഷെ അദ്ദേഹം ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുമായിരുന്നു, ആസ്വദിക്കുകയായിരുന്നു ചെയ്തത് അല്ലെ. അപ്പൊ അതാണ് ഭഗവത് ഭക്തന്മാരുടെ പരമകഷ്ടയിലെത്തിയ ആൾക്കാർക്ക് പ്രേമഭക്തി ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ഭാവവും. സാധാരണഗതിയിലുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ച് അത് ഭക്തനും കൂടെ ആണെങ്കിൽ സാധാരണ തരത്തിലുള്ള ഭക്തന്മാർക്ക് ഉണ്ടാകുന്ന ആ കരുണ, ആർദ്രത, ആ ഒരു ദയാവായ്പ്, ആ ആദരവ് എന്ന് പറഞ്ഞാൽ പിതാക്കന്മാരുണ്ടല്ലേ, അതുപോലെ പിതൃസ്ഥാനത്തുള്ള ആൾക്കാരുണ്ട്, അതുപോലെ തന്നെ കരുണ അല്ലെങ്കിൽ ദയ, അതായത് പുത്രസ്ഥാനത്തുള്ള ആൾക്കാരുണ്ടല്ലേ, അതായത് ദുര്യോധനന്റെ ഒക്കെ പുത്രന്മാരുണ്ട്. അപ്പൊ അവരോടൊക്കെ എന്താണ് കരുണയൊക്കെ തോന്നുന്നത് അല്ലെ. പിന്നെ ഗുരുക്കന്മാരോടുണ്ട്, അവരുടെ ആദരവും ബഹുമാനവും ഒക്കെ ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള പല വികാരങ്ങൾ വന്നപ്പോൾ ഉണ്ടായ ഭാവമാണ് നമ്മളിപ്പോ കണ്ടത്. അടുത്ത ശ്ലോകത്തിലേക്ക് നമുക്ക് കടക്കാം. 29ാമത്തെ ശ്ലോകം. 29ാമത്തെ ശ്ലോകം. വേപദുശ്ച ശരീരേ മേ രോമഹർഷശ്ച ജായതേ ഗാണ്ഡീവം സംസ്രദേ ഹസ്താസ് ത്വക്ചൈവാപരി ദഹ്യതേ. ഹരേ കൃഷ്ണ.
ഹരേ കൃഷ്ണ. അത് അടുത്ത് വായിക്കേണ്ടത് രതിദേവി മാതാജി. ഹരേ കൃഷ്ണ. വിബുധച്ച ശരീരേ മേ രോമഹർഷജായതേ ഗാണ്ഡീവം സംസ്രദേഹം ഹസ്താത്വൈവ പരിത്യഹേതേ. ഹരേ കൃഷ്ണ. മല്ലിക മാതാജി. എന്താ ഞാനാ മല്ലിക എന്നോടാ മാതാജി പറഞ്ഞ 29ാമത്തെ ആ ശ്ലോകം. ഹരേ ആ ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതി വാസുദേവായ. ശ്ലോകം 29. വേദജശ്ച ശരീരേ മേ രോമഹർഷശ്ച ജായതേ ഗാണ്ഡീവം ത്രംസതേ ഹസ്താത് ത്വച്ചൈവ പരിദഹ്യതേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അടുത്തത് ശ്രീല പ്രഭുപാദയുടെ പദാനുപദ തർജ്ജമ. ജയ ശ്രീല പ്രഭുപാദർ. മേ ശരീരെ, എന്റെ ശരീരത്തിൽ വേപദൂച്ച വിറയലും രോമഹർഷച്ച രോമാഞ്ചവും ജായതേ ഉണ്ടാകുന്നു. ഗാണ്ഡീവം, ഗാണ്ഡീവം എന്ന വില്ല്, ഹസ്താദ് കയ്യിൽ നിന്ന്, സസംഭ്രതെ വഴുതി പോകുന്നു. ത്വക്ച ഏവ തൊലി തന്നെയും, പരിദഹ്യതേ ചുട്ടുനീറുന്നു. എന്റെ ശരീരം വിറയ്ക്കുകയും രോമാഞ്ചം ഉണ്ടാകുകയും ചെയ്യുന്നു. എന്റെ വില്ല് ഗാണ്ഡീവം കയ്യിൽ നിന്ന് വഴുതുന്നു, തൊലി ചുട്ടുനീറുന്നു. ഭാവാർത്ഥം വായിക്കേണ്ടത് രാധിക മാതാജി. ഹരേ കൃഷ്ണ. ഭാവാർത്ഥം ബൈ ശ്രീല പ്രഭുപാദ്. ശ്രീല പ്രഭുപാദ് കി ജയ്. ശരീരത്തിന് വിറയലും രോമാഞ്ചവും രണ്ടു കാരണങ്ങൾ കൊണ്ടുണ്ടാവാം. ആധ്യാത്മികമായ ആനന്ദാനുഭൂതി കൊണ്ടും ഭൗതിക സാഹചര്യങ്ങളിൽ നിന്നുളവാകുന്ന ഭയം കൊണ്ടും. അതീന്ദ്രിയ സാക്ഷാത്കാരം എന്നതിൽ അവയുണ്ടായത് ഭൗതികമായ ഭയം, മൃത്യുഭയം കൊണ്ടു തന്നെ. ഗാണ്ഡീവം എന്ന തന്റെ പ്രശസ്തമായ ധനുസ് കയ്യിൽ നിന്നും ഊർന്നു വീഴുന്നതും ഹൃദയത്തിലെ നീറ്റൽ തൊലിപ്പുറത്ത് അനുഭവപ്പെടുന്നതും അദ്ദേഹത്തിനുണ്ടായ അസ്വസ്ഥതയുടെ മറ്റു ലക്ഷണങ്ങളാണ്. ഇവയെല്ലാം ജീവിതത്തെ കുറിച്ചുള്ള ഭൗതിക ചിന്താഗതികൾ മൂലമുണ്ടായവയാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പം നമ്മൾ ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കിയത്? ശരീരത്തിന് നമുക്ക് വിറയും രോമാഞ്ചലൊക്കെ രണ്ട് കാരണങ്ങൾ കൊണ്ടുണ്ടാകാമെന്നാണ് ഇവിടെ ശ്രീല പ്രഭുപാദർ പറഞ്ഞിരിക്കുന്നത്. ആധ്യാത്മികമായ ആനന്ദഭൂതി കൊണ്ട്, അത് നമ്മൾ പറഞ്ഞല്ലോ, ചൈതന്യ മഹാപ്രഭുവിനുണ്ടാകുന്ന ആ ഒരു ആനന്ദഭൂതി കൊണ്ട്. അതേപോലെയും ഭൗതിക സാഹചര്യങ്ങളിൽ നിന്നുള്ളവാകുന്ന ഭയം കൊണ്ടും. ഭയം ഉണ്ടാകുമ്പോൾ ഇതേപോലെ ഉണ്ടാകും തീർച്ചയായിട്ടും, അല്ലെ? അതീന്ദ്രിയ സാക്ഷാത്കാരം എന്നതിൽ അവയുണ്ടായത് ഭൗതികമായ ഭയം അല്ലെങ്കിൽ മൃത്യുഭയം കൊണ്ട് തന്നെയാണ്. അപ്പൊ മൃത്യുഭയമാണ് മറ്റൊരു കാരണം, ഇതേപോലെയുള്ള ആ ഒരു വിറയിലും ഒക്കെ ഉണ്ടാകാനായിട്ടുള്ള കാരണം. അപ്പം ഗാണ്ഡീവൻ തന്റെ പ്രശസ്തമായ ധനുസ് കയ്യിൽ നിന്ന് ഊർന്നു വീഴുന്നത് ഹൃദയത്തിലെ നീറ്റൽ തൊലിപ്പുറത്ത് അനുഭവപ്പെടുന്നു. അദ്ദേഹത്തിനുണ്ടായ അസ്വസ്ഥതയുടെ മറ്റു ലക്ഷണങ്ങളാണ്. അപ്പം അർജുനന്റെ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? അർജുനന്റെ ശരീരം വിറയ്ക്കുകയും രോമാഞ്ചം ഉണ്ടാകുകയും അതുപോലെ അദ്ദേഹത്തിന്റെ വില്ലായ ഗാണ്ഡീവം അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് വഴുതി വീഴുന്നു. അതുപോലെ തൊലിയൊക്കെ ചുട്ടു നീറുന്നതായിട്ട് ഉള്ള ഒരു തോന്നല് ഉണ്ടായി, അല്ലേ? അപ്പൊ ഇവയെല്ലാം ജീവിതത്തെ കുറിച്ചുള്ള ഭൗതിക ചിന്താഗതികൾ മൂലമാണ്. അപ്പൊ ഇതിന്റെ അനന്തരഫലം എന്തായിരിക്കും എന്ന് ചിന്തിച്ചുകൊണ്ടാണ് കൊണ്ടുള്ള ആ കുഴപ്പങ്ങളാണ് ഇവിടെ ഉണ്ടായത്. സാധാരണഗതിയിൽ അപ്പൊ നമ്മള് സാധാരണഗതിയിലുള്ള ഒരുപാട് ആൾക്കാർ വിമർശിക്കുന്നതാണ്, അങ്ങനെയാണെങ്കിൽ എന്തിനാണ് യുദ്ധം ചെയ്യാൻ പോയി? പിതാക്കന്മാരെയും അതുപോലെയുള്ള ഗുരുജനങ്ങളെയൊക്കെ അങ്ങനെ യുദ്ധം ചെയ്യാൻ പോയത് കൊണ്ടല്ലേ ഇങ്ങനെ ഒരു അവസ്ഥയ്ക്ക് കാരണം. അങ്ങനെയാണ് ചെയ്യാതിരുന്നാൽ പോരെ? അപ്പൊ നമ്മൾ ഭീമനെ പോലെ ഒളിച്ചോടുന്നതാണോ നല്ലത്? അപ്പം നമ്മളുടെ ധർമ്മം എന്താണ്? നമ്മുടെ രാജ്യം സംരക്ഷിക്കുക. പിന്നെ എന്താണ്? അധർമ്മത്തിനെതിരെ ആ ധർമ്മത്തിന്റെ ഒരു വിജയം. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. ഇനി അങ്ങോട്ട് ഭഗവത്ഗീതയിലേക്ക് വരുമ്പോൾ ഇതിന്റെ എല്ലാം ഉത്തരം കിട്ടും. ഞാൻ ഇപ്പൊ തലവത്തി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. ഓരോരോ അധ്യായങ്ങൾ കടന്നു പോകുമ്പോൾ അത് കൃത്യമായിട്ട് നമ്മൾ ഭഗവത്ഗീത ശ്രവിച്ചു പോകുന്ന ആൾക്കാർക്ക്, എല്ലാ ക്ലാസ്സിലും കൃത്യമായിട്ട് വന്ന് ഭഗവത്ഗീത മനസ്സിലാക്കി പോകുന്ന ആൾക്കാർക്ക് അത് ഇതിന്റെ ആ ശരിക്കുള്ള അർത്ഥം മനസ്സിലാക്കി അതിന്റെ ഒരു കാതല് അറിഞ്ഞു പോകാം. അതായത് ഒരുപാട് വിമർശനങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ടല്ലോ നമ്മൾ അവിടെ നിന്ന് ഇവിടെ നിന്ന് കേട്ടിട്ടല്ലേ, അങ്ങനെ ഒരു യുദ്ധത്തിന് വേണ്ടിയിട്ട് പ്രേരിപ്പിക്കാൻ പാടുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സാഹിത്യകാരന്മാരുടെയൊക്കെ നമ്മൾ വീഡിയോസ് ഒക്കെ പലരും കാണുന്നുണ്ടായിരിക്കും, അല്ലേ? അപ്പൊ അവരൊക്കെ ഇത് നേരെ ചൊവ്വേ അത് യഥാരൂപം, അതായത് കേൾക്കേണ്ട സ്രോതസ്സിൽ നിന്ന് കേട്ട് പഠിക്കുമായിരുന്നെങ്കിൽ അവര് ശരിയായിട്ട് തന്നെ ഇത് പഠിച്ചു പോയനെ. അവരുടെ ഒന്നും കുറ്റമല്ല, കാര്യം ഇത് കലിയുഗമാണ്. അതുകൊണ്ട് അങ്ങനെയൊക്കെ
സംഭവിക്കാം. ഇപ്പൊ എനിക്ക് വേണമെങ്കിൽ എനിക്ക് തോന്നിയ രീതിയിൽ ഒരു ഭഗവത്ഗീത അങ്ങ് തർജ്ജമ ചെയ്തിട്ട് എഴുതാമല്ലോ, എൻ്റെ മനസ്സിൽ തോന്നിയ പോലെ അല്ലേ. അപ്പൊ അതിലത് എവിടെയാണ് കാതലുള്ളത്, എവിടെയാണ് ഭക്തിയുള്ളത്? സാധാരണഗതിയിലുള്ള ചില ആൾക്കാർ എഴുതിയ ഭഗവത്ഗീത വിവർത്തനം വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താണ്, ഭഗവാൻ ഒരു വലിയ കുറ്റക്കാരനായിട്ട് നമ്മൾ ചിത്രീകരിക്കും അവസാനം അല്ലേ. ഭഗവാൻ പോലുള്ള ഇത് നമുക്ക് ഒരു തോന്നൽ പോലും നമുക്ക് ഉണ്ടാകത്തില്ല. ഒരു സാധാരണക്കാരൻ, അത് യുദ്ധം ചെയ്യാൻ പ്രേരിപ്പിച്ച ഒരാളെന്നുള്ള ആ ഒരു രീതിയിലേക്ക് പോലും അതിനെ അങ്ങ് മാറ്റിവിടുന്നു. അതാണ് ഈ പറയുന്ന ഈ ചില സാഹിത്യകാരന്മാരുടെയും ചില ഇടത് ചിന്താഗതിക്കാരുടെയും ഒരു വികലമായ ഒരു രീതി. അപ്പൊ അങ്ങനെ നമ്മൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാക്കുക, ഇതൊക്കെയാണ് നമ്മുടെ സമുദായത്തിൽ നടന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്താണ്, അത് ശരിയായ സ്രോതസ്സിൽ നിന്ന് തന്നെ പഠിച്ചിട്ട് അതിന്റെ ഒരു ശരിയായ വിവർത്തനം യഥാരൂപം തന്നെ വായിച്ച് നമ്മൾ മനസ്സിലാക്കി കാര്യങ്ങൾ മുൻപോട്ട് പോകണം. അടുത്ത ശ്ലോകം 30. ന ച ശക്നോമ്യ അവസ്ഥാതും ഭ്രമതീവാച മേ മനാം നിമിത്താനി ച പശ്യാമി വിപരീതാനി കേശവ. ന ച ശക്നോമ്യ അവസ്ഥാതും ഭ്രമതീവാച മേ മനാ നിമിത്താനി ച പശ്യാമി വിപരീതാനി കേശവ. ഹരേ കൃഷ്ണ. ഭാരതി മാതാജി. हरे कृष्ण प्रभु। ओम नमो भगवते वासुदेवाय। न च शक्नोम्यवस्थातुं भ्रमतीव च मे मनः निमित्तानि च पश्यामि विपरीतानि केशव. हरे कृष्ण प्रभु। ഹരേ കൃഷ്ണ. ശ്രീല പ്രഭുപാദരുടെ വിവർത്തനം, പദാനുപദ തർജ്ജമ. ജയ് ശ്രീല പ്രഭുപാദ്. അവസ്ഥാതും ച നിൽക്കാനും, ന ശക്നോമി ഞാൻ ശക്തനാകുന്നില്ല, മേ മന എന്റെ മനസ്സ്, ഭ്രമതീച്ച ഇവ ഇളകിക്കൊണ്ടിരിക്കുന്നത് പോലെയും തോന്നുന്നു, കേശവ കേശിയെ വധിച്ചവനെ അല്ലയോ കൃഷ്ണ, വിപരീതാനി അശുഭങ്ങളായ, നിമിത്താനി ച ശകുനങ്ങളും, പശ്യാമി ഞാൻ കാണുന്നു. അതിന്റെ വിവർത്തനം പത്മ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ എനിക്ക് ഇപ്പോൾ ഉറച്ചു നിൽക്കാൻ കൂടി സാധിക്കുന്നില്ല. ഞാൻ എന്നെ തന്നെ മറന്നു പോകുന്നു, മനസ്സ് ചുറ്റിക്കറങ്ങുന്നു. അല്ലയോ കൃഷ്ണ, കേശവ കേശി എന്ന അസുരനെ വധിച്ചവൻ, ദൗർഭാഗ്യ ലക്ഷണങ്ങളാണ് ഞാൻ എമ്പാടും കാണുന്നത്. ഭാവാർത്ഥം. ഹരേ കൃഷ്ണ. ഭാവാർത്ഥം വിലസ്നി മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഭാവാർത്ഥം. വികാര വിക്ഷോഭത്തിൽ അർജുനന് യുദ്ധരംഗത്ത് നിൽക്കാൻ ആവാതായി. മനോദൗർബല്യം കൊണ്ട് ആത്മവിസ്മൃതിയോളം എത്തി. ഭൗതിക വിഷയങ്ങളിലുള്ള അമിതമായ ആസക്തി മനുഷ്യനെ അമ്പരപ്പിക്കുന്ന ഒരു വിഷമസ്ഥിതിയിലാണ് എത്തിക്കുക. ഭയം ദ്വിതീയ അഭിനിവേശ സ്യാദ്. ഭയം ദ്വിതീയ അഭിനിവേശത സ്യാദ്. ഭൗതിക പരിതസ്ഥിതികളാൽ അത്യന്തം സ്വാധീനിക്കപ്പെട്ടവരിലാണ് ഇത്തരത്തിലുള്ള ഭയപ്പാടും മാനസിക വിഭ്രമവും കണ്ടുവരുന്നത്. യുദ്ധരംഗത്തിൽ ഭാവി വിപത്തിനെ മാത്രം അർജുനൻ കണ്ടുള്ളൂ. ശത്രുക്കളെ ജയിച്ചാൽ പോലും തനിക്ക് സന്തോഷിക്കാനാവില്ല. സാരഗർഭമായ ഒന്നാണ് ഇവിടെ നിമിത്താനി വിപരീതാനി എന്നീ വാക്കുകൾ. തന്റെ പ്രതീക്ഷകളെല്ലാം നിഷ്ഫലമാകുമ്പോൾ അയാൾ ഞാൻ എന്തിനിവിടെ നിൽക്കുന്നു എന്ന് ചിന്തിച്ചു പോകുന്നു. എല്ലാവർക്കും സ്വന്തം കാര്യത്തിലും ക്ഷേമത്തിലുമാണ് താല്പര്യം, പരമാത്മാവിലല്ല. കൃഷ്ണന്റെ ഇച്ഛാനുസാരം അർജുനൻ തന്റെ യഥാർത്ഥത്തിൽ ഉണ്ടാകേണ്ടതായ സ്വാർത്ഥ താല്പര്യങ്ങളിലുള്ള അജ്ഞത പ്രകടിപ്പിക്കുന്നു. യഥാർത്ഥമായ സ്വാർത്ഥ താല്പര്യം വിഷ്ണുവിൽ അഥവാ കൃഷ്ണനിലാണ് നിലകൊള്ളുന്നത്. ബദ്ധനായ ജീവാത്മാവ് ഇത് മറക്കുകയും തന്മൂലം ഭൗതിക ക്ലേശങ്ങൾ അനുഭവിക്കുകയും ചെയ്യുന്നു. യുദ്ധത്തിൽ നേടുന്ന വിജയം തനിക്ക് ദുഃഖത്തിനെ വഴിവയ്ക്കൂ എന്ന് അർജുനൻ വിചാരിച്ചു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ നമ്മളിവിടെ എന്താണ് കണ്ടത്? എനിക്ക് ഇപ്പോൾ ഉറച്ചു നിൽക്കാൻ കൂടി സാധിക്കുന്നില്ല. അപ്പൊ അർജുനന്റെ സ്റ്റേജ് ഓരോ നിമിഷം കഴിയുന്തോറും മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. ഉറച്ചു നിൽക്കാൻ കൂടി സാധിക്കുന്നില്ല, ഞാൻ എന്നെ തന്നെ മറന്നു പോകുന്നു, ഞാൻ ആരാണ്, ഞാൻ എന്തിനിവിടെ വന്നു, എൻ്റെ ആ ഒരു പൊസിഷൻ, ഞാൻ എന്താണ്, ഇതിന്റെ ഒരു ഏറ്റവും വലിയ സൈന്യാധിപനായിട്ടുള്ള രീതിയിലല്ല. അർജുനനെ തോൽപ്പിക്കാൻ തന്നെ ആരെ കൊണ്ട് സാധിക്കത്തില്ല ഈ പ്രപഞ്ചത്തിൽ. അങ്ങനെയുള്ള ആ അർജുനന്റെ അവസ്ഥ എന്താണ്, മാറിക്കൊണ്ടേയിരിക്കുന്നു. മനസ്സ് ചുറ്റിക്കറങ്ങുന്നു. അല്ലയോ കൃഷ്ണ, കേശവ കേശി എന്ന ഓരോ സമയത്തും ഈ പറയുന്ന അർജുനൻ ഉപയോഗിക്കുന്ന വാക്കുകളൊക്കെ ആ സന്ദർഭ അനുയോജ്യമായിട്ടുള്ള വാക്കുകളാണ്. അപ്പൊ കേശവ എന്ന് വിളിച്ചപ്പോ കേശി എന്ന അസുരനെ വധിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന് കേശവ എന്നുള്ള
പേര് കിട്ടി. അപ്പൊ അങ്ങനെയുള്ള എൻ്റെ മനസ്സിലുള്ള ആ അസുരൻ ചിന്തകളെല്ലാം വധിച്ചു തരൂ എന്നുള്ള ഒരു വ്യംഗ്യാർത്ഥങ്ങൾ കൂടി അതിനുണ്ടല്ലേ. മനസ്സിലുള്ള കേശിയെ പോലുള്ള അസുരന്മാരെ വധിച്ചുള്ള ഈ ആസുരിക ചിന്ത കൊണ്ടാണല്ലോ എനിക്കിപ്പം ഇങ്ങനെയൊക്കെ തോന്നുന്നത് അല്ലേ. അപ്പൊ അതുകൊണ്ട് ദൗർഭാഗ്യ ലക്ഷണങ്ങളാണ് എമ്പാടും ഞാൻ കാണുന്നതെന്ന് പറയുകയാണ് ഇവിടെ. അപ്പൊ അങ്ങനെ അതിന്റെ ഭാവാർത്ഥത്തിൽ വികാര വിക്ഷോഭത്തിൽ അർജുനന് യുദ്ധരംഗത്ത് നിൽക്കാനാവാതായി മനോദൗർബല്യം കൊണ്ട് വിസ്മൃതിയോളം എത്തി. ഭൗതിക വിഷയങ്ങളിലുള്ള അമിതമായ ആസക്തി മനുഷ്യനെ അമ്പരപ്പിക്കുന്ന ഒരു വിഷമ സ്ഥിതിയിൽ എത്തിക്കുകയാണ്. അപ്പം ഭൗതിക പരിസ്ഥിതികളിൽ അത്യന്തം സ്വാധീനിക്കപ്പെട്ടവരിലാണ് ഇത്തരത്തിലുള്ള ഭയപ്പാടവും മാനസിക വിഭ്രമവും കണ്ടുവരുന്നത്. യുദ്ധരംഗത്തിന് ഭാവി വിപത്തിനെ മാത്രമേ അർജുനൻ കണ്ടിട്ടുള്ളൂ. ശത്രുക്കളെ ജയിച്ചാൽ പോലും തനിക്ക് സന്തോഷിക്കാനാവില്ല എന്നുള്ള കാര്യമാണ് അർജുനൻ ഇവിടെ പറയുന്നത്. പിന്നെ ഞാൻ എന്തിനാണ് ഈ യുദ്ധം ചെയ്യുന്നത്? എല്ലാവർക്കും സ്വന്തം കാര്യത്തിലും ക്ഷേമത്തിലുമാണ് താല്പര്യം, പക്ഷെ പരമാത്മാവിലില്ല. കൃഷ്ണന്റെ ഇച്ഛാനുസരണം അർജുനൻ തന്റെ യഥാർത്ഥത്തിലുണ്ടായ സ്വാർത്ഥ താല്പര്യത്തിലുള്ള അജ്ഞത പ്രകടിപ്പിക്കുന്നു. യഥാർത്ഥമായ സ്വാർത്ഥ താല്പര്യം വിഷ്ണുവിൽ അഥവാ കൃഷ്ണനിലാണ് നിലകൊള്ളുന്നത്. അപ്പൊ നമ്മളുടെ ഈ താല്പര്യവും നമ്മളുടെ ഈ പറയുന്ന ഈ വിഷമങ്ങളും ഭഗവാൻകൽ സമർപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് അതിനെല്ലാം പരിഹാരം ഉണ്ടാകും. ഇനി അങ്ങനെ തുടർന്നുള്ള പോകുന്ന ശ്ലോകങ്ങളിലെല്ലാം ഇപ്പൊ എല്ലാം വളരെ സിമിലർ ആയിട്ടുള്ള ശ്ലോകങ്ങളാണ് പോകുന്നത്. നമ്മൾ ആദ്യം കുറെ ശ്ലോകങ്ങൾ കണ്ടല്ലോ, സൈന്യ നിരീക്ഷണത്തെ പറ്റി, നമ്മുടെ ദുര്യോധനൻ പറയുന്ന കാര്യങ്ങള്, അത് കഴിഞ്ഞിട്ട് പിന്നെ ശംഖുകളുടെ ഓരോ വർണ്ണന കണ്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ അർജുനൻ ഇവിടെ സൈന്യങ്ങളുടെ നടുവിൽ കൊണ്ടുപോയി നിർത്തി കഴിഞ്ഞു കഴിഞ്ഞ് പിന്നീട് എന്താണ് ഈ അർജുനന്റെ തളരുന്ന ഓരോ സ്റ്റേജസുമാണ് ഇനി വർണ്ണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മുടെ യഥാർത്ഥത്തിലുള്ള ഒരു താല്പര്യം അല്ലെങ്കിൽ ഭഗവാനിൽ, അല്ലെങ്കിൽ നമ്മളുടെ ഒരു വിഷമം പ്രശ്നം ഭഗവാനിൽ സമർപ്പിക്കുകയായിരുന്നെങ്കിൽ നമ്മൾക്ക് ഇങ്ങനെ ഒരു വിഷമത്തിന്റെ ആവശ്യമുണ്ടോ? കൃഷ്ണനിൽ അല്ലെങ്കിൽ വിഷ്ണുവിലാണ് നമ്മളുടെ സമർപ്പണമെങ്കിൽ. അപ്പം നമ്മൾ ഇനി അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ ഇനി തുടർന്നുള്ള അങ്ങോട്ടേക്ക് മുന്നോട്ട് പോകുന്ന ശ്ലോകങ്ങളിൽ 2-ാം അധ്യായത്തിലേക്ക് പോകുമ്പോഴായിരിക്കും എന്തായാലും ഇതിനൊക്കെ ഉത്തരം കിട്ടി തുടങ്ങുന്നത്. അപ്പം 31-ാമത്തെ ശ്ലോകത്തിലേക്ക് നമുക്ക് പോകാം. ന ച ശ്രേയോനു പശ്യാമി ഹത്വാ സ്വജനമാവഹേ ന കാംക്ഷേ വിജയം കൃഷ്ണ ന രാജ്യം സുഖാനി ചാം. ന ച ശ്രേയോനു പശ്യാമി ഹത്വാ സ്വജനമാവഹേ ന കാംക്ഷേ വിജയം കൃഷ്ണ ന രാജ്യം സുഖാനി ചാം. ഹരേ കൃഷ്ണ. ശ്രീരഞ്ജിനി മാതാജി. ശ്രീരഞ്ജിനി മാതാജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ന ശ്രേയോനു പശ്യാമി ഹത്വാ സ്വജനമാഹവേ ന കാംക്ഷേ വിജയം കൃഷ്ണ ന ച രാജ്യം സുഖാനി ച. ഹരേ കൃഷ്ണ. അടുത്തത് ശാന്തകുമാരി മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്രേയോ അനുപശ്യാമി ഹത്വാ സ്വജനമാഹവേ ന കാംക്ഷേ വിജയം കൃഷ്ണ ന ച രാജ്യം സുഖാനി ച. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്രീലപ്രഭുപാദരുടെ പദാനുപദ തർജ്ജമ. ആഹവേ യുദ്ധത്തിൽ സ്വജനം ബന്ധുക്കളെ, ഹത്വ കൊന്നിട്ട്, ശ്രേയച്ച ഒരു നന്മയും, ന അനുപശ്യാമി ഞാൻ പ്രതീക്ഷിക്കുന്നില്ല, കൃഷ്ണ വിജയവും ജയവും, രാജ്യം രാജ്യവും, ന കാംക്ഷേ ഞാൻ ആഗ്രഹിക്കുന്നില്ല, സുഖാനിച്ച സുഖങ്ങളെയും, ന കാംക്ഷേ ആഗ്രഹിക്കുന്നില്ല. അതിന്റെ വിവർത്തനം ആരാണ് വായിക്കുന്നത്? രാധാ മാതാജി. രാധാ മാതാജി. ബി മാതാജി. ബന്ധുക്കളെ യുദ്ധത്തിൽ കൊല്ലുന്നത് കൊണ്ട് എന്ത് ഗുണമുണ്ടാവുമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കൃഷ്ണ. എനിക്ക് വിജയം ആവശ്യമില്ല, രാജ്യമാവട്ടെ സുഖമാവട്ടെ എനിക്ക് വേണ്ട. ഹരേ കൃഷ്ണന്റെ ഭാവാർത്ഥങ്ങൾ മാതാജി വായിച്ചോളൂ. ബദ്ധരായ ജീവാത്മാക്കൾ തങ്ങളുടെ യഥാർത്ഥമായ പ്രതിപത്തി വിഷ്ണുവിൽ അഥവാ കൃഷ്ണനിലാണെന്ന സത്യം മനസ്സിലാക്കാതെ ശാരീരിക ബന്ധങ്ങളാൽ ആകർഷിതരാവുകയും
അങ്ങനെ സന്തോഷിക്കാമെന്ന് ആശിക്കുകയും ചെയ്യുന്നു. ജീവിതത്തെക്കുറിച്ചുള്ള അന്ധമായ ആശയഗതി മൂലം ഭൗതിക സുഖാനുഭവങ്ങൾക്ക് കാരണം എന്തെന്ന് കൂടി അവർ മറന്നുപോകുന്നു. ഒരു ക്ഷത്രിയന് വേണ്ടുന്ന ധാർമ്മിക നിയമങ്ങൾ പോലും അർജുനൻ മറന്ന പോലെ തോന്നുന്നു. എത്രയും പ്രഭാവപൂർണവും ജ്വലിച്ചുകൊണ്ടിരിക്കുന്നവയുമായ സൗരമണ്ഡലത്തിൽ പ്രവേശിക്കാൻ രണ്ടു കൂട്ടർക്കേ അർഹതയേ ഉള്ളൂ എന്ന് പറയപ്പെടുന്നു. കൃഷ്ണന്റെ നിർദ്ദേശമനുസരിച്ച് യുദ്ധകളത്തിൽ വീണ് മരിക്കുന്നവനും ലൗകിക ജീവിതം ത്യജിച്ച് ആധ്യാത്മിക സംസ്കാരത്തിന് സ്വയം സമർപ്പിച്ചവനും. ബന്ധുക്കളെ എന്നല്ല, ശത്രുക്കളെ പോലും ഹിംസിക്കാൻ അർജുനൻ ഇഷ്ടപ്പെടുന്നില്ല. ബന്ധുക്കളെ കൊണ്ടിട്ട് തനിക്ക് ജീവിതത്തിൽ സുഖിക്കാൻ കഴിയില്ലെന്ന് ചിന്തിക്കുന്നത് കൊണ്ട് യുദ്ധത്തിന് ഒരുങ്ങുന്നതുമില്ല. വിശപ്പ് തോന്നാത്ത ഒരാൾ ഭക്ഷണം പാകം ചെയ്യാൻ ഇഷ്ടപ്പെടാത്തത് പോലെ നിരാശ കൊണ്ട് കാട്ടിൽ പോയി ഏകാന്ത ജീവിതം നയിക്കാനാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. പക്ഷേ ക്ഷത്രിയൻ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന്റെ നിലനിൽപ്പിന് രാജ്യം ആവശ്യമാണ്. മറ്റേത് പ്രവൃത്തിയും ക്ഷത്രിയന് ഉചിതമല്ല. അർജുനന് രാജ്യമില്ല. ബന്ധുക്കളിൽ നിന്ന് തന്റെ അച്ഛൻ അവകാശപ്പെട്ട രാജ്യത്തെ പൊരുതി തിരിച്ചെടുക്കലല്ലാതെ അദ്ദേഹത്തിന് രാജ്യം നേടാൻ മറ്റൊരു പോംവഴിയില്ല. അതിന് അർജുനൻ ഒരുക്കമല്ലാതാണ്. ഈ നിലയിൽ കാട്ടിൽ പോയി നിരാശപൂർണമായ ഏകാന്ത ജീവിതം നയിക്കാൻ മാത്രമേ തരമുള്ളൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ നമ്മൾ ഈ അർജുനന്റെ ഓരോരോ ഭാവവ്യത്യാസങ്ങൾ ഓരോ ശ്ലോകത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇപ്പൊ അദ്ദേഹം പറയുന്നത് എന്താണ്? ബന്ധുക്കളെ യുദ്ധത്തിൽ കൊല്ലുന്നത് കൊണ്ട് എന്ത് ഗുണമുണ്ടാകുമെന്നാണ് ചോദിക്കുന്നത്. അത് എനിക്ക് മനസ്സിലാകുന്നേ ഇല്ല കൃഷ്ണ. ഞാൻ ഈ ബന്ധുക്കളെ കൊന്നുകൊണ്ട് എനിക്ക് എന്താണ് ഗുണം ഉണ്ടാകുന്നത്? എനിക്ക് വിജയം വേണ്ട, രാജ്യവും വേണ്ട, സുഖവും എനിക്ക് വേണ്ട. ഇവരെ കൊന്നിട്ടുള്ള എനിക്ക് യാതൊരു സുഖ സൗകര്യങ്ങളും വേണ്ട, ഗുണവും വേണ്ട, എനിക്ക് വിജയവും ആവശ്യമില്ല എന്ന് പറയുന്ന ഒരു സ്റ്റേജിലേക്ക് ഇപ്പൊ എത്തി. അടുത്ത ശ്ലോകത്തിൽ വരുമ്പോൾ അത് കുറച്ചുകൂടെ മാറും. ഓക്കെ. അപ്പം ബദ്ധരായ ജീവാത്മാക്കൾ തങ്ങളുടെ യഥാർത്ഥമായ പ്രതിപത്തി വിഷ്ണുവിൽ അഥവാ കൃഷ്ണനിലാണെന്ന സത്യം മനസ്സിലാകാതെ ശാരീരിക ബന്ധങ്ങളിൽ ആകൃഷ്ടരാകുകയും അങ്ങനെ സന്തോഷിക്കാമെന്ന് ആശിക്കുകയും ചെയ്യുന്നു. അപ്പം നമ്മളുടെ യഥാർത്ഥത്തിലുള്ള നമ്മളുടെ ആ ഒരു അഭയം എന്ന് പറയുന്നത് വിഷ്ണുവിൽ അല്ലെങ്കിൽ കൃഷ്ണനിലാണെന്ന് ഈ ഭൗതികതയിൽ ജീവിക്കുന്ന ഈ ജീവാത്മാക്കൾക്ക് മനസ്സിലാകാതെയാണ്, ആ ഒരു സത്യം മനസ്സിലാക്കാതെയാണ് അവർ ജീവിച്ചു പോകുന്നത്, അല്ലെ? അപ്പൊ ഈ നമ്മളുടെ ജീവിതത്തെ കുറിച്ചിട്ടുള്ള അന്ധമായ ആശയഗതി മൂലം അവരെന്താണ് മറന്നു പോകുന്നു. നമ്മളുടെ എന്താണ് ഈ ദുഃഖങ്ങൾക്കും സുഖങ്ങൾക്കും ഒക്കെ കാരണം എന്താണ് എന്നുള്ളത് അവർ മറന്നു പോകുന്നു. നമ്മൾ ബ്രഹ്മസംഹിത പഠിച്ചവർക്കൊക്കെ തന്നെ അറിയാം എന്താണ് ഈശ്വര പരമകൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിർ ആദിർ ഗോവിന്ദ സർവകാരണ. സർവകാരണങ്ങൾക്കും കാരണം എന്താണ്? ഭഗവാനാണ് എന്നുള്ള നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ദുഃഖമൊക്കെ ഉണ്ടോ? നമ്മളെ സൃഷ്ടിച്ചത് ആരാണ്? ഭഗവാനാണ്, അല്ലെ? നമ്മളുടെ എപ്പോഴാണ് ജീവൻ എടുത്തുകൊണ്ട് പോകുന്നതെന്ന് തീരുമാനിക്കുന്ന ആരാണ്? ഒരു ഇല പോലും അനങ്ങണമെന്നുണ്ടെങ്കിൽ ഭഗവാൻ അറിയാതെ അത് നടക്കില്ല. അപ്പൊ ഇതെല്ലാം ഭഗവാന്റെ അറിവിൽ കൂടെ നടന്ന കാര്യങ്ങളാണ് എങ്കിൽ അദ്ദേഹം തന്നെയാണ് ഇതിലെല്ലാം പരിപാലനവും ചെയ്യേണ്ടത്. സൃഷ്ടി അതെ, സ്ഥിതി അതെ, സംഹാരം അതെ. പിന്നെ നമ്മൾ എന്തിനാണ് ഇതിൽ വ്യാകുലപ്പെടുന്നത് എന്നുള്ള ഒരു ഭാവമാണ് നമ്മൾ വെച്ചു പുലർത്തുന്നത്. നമുക്ക് എന്തെങ്കിലും ദുഃഖത്തിന് കാര്യമുണ്ടോ? ഇല്ല. പക്ഷെ അത് നമ്മൾക്ക് സാധാരണക്കാർക്ക് അത് പറ്റുന്നില്ല. അപ്പൊ ഒരു ക്ഷത്രിയന് വേണ്ടുന്ന ധാർമ്മിക നിയമങ്ങൾ പോലും അർജുനൻ മറന്നതുപോലെ തോന്നുന്നു. അപ്പം അർജുനന്റെ ആ ഒരു കർത്തവ്യം, നമ്മളുടെ കടമ, ഓരോരുത്തർക്കും ഓരോ കടമയുണ്ടല്ലോ, ഒരു ധർമ്മമുണ്ട്. ഒരു ക്ഷത്രിയ ധർമ്മം എന്താണെന്ന് പോലും അർജുനൻ ഇവിടെ മറന്നുപോയി. അപ്പൊ എത്രയും പ്രഭാപൂർവം ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന സൗരമണ്ഡലത്തിൽ പ്രവേശിക്കാൻ രണ്ടു കൂട്ടരൊക്കെ അർഹതയുള്ളൂ എന്ന് പറയപ്പെടുന്നു. ഇപ്പൊ സൗരമണ്ഡലത്തിലും ചന്ദ്രമണ്ഡലത്തിലൊക്കെ പോകണമെങ്കിൽ നമ്മൾക്ക് ഈ പറയുന്ന ഈ ശാസ്ത്രജ്ഞന്മാർക്കൊന്നും പോകാനായിട്ട് പറ്റില്ല എന്നുള്ള ഒരു കാര്യം ശ്രീല പ്രഭുപാദർ എടുത്ത് പറയുന്നുണ്ട്. വേറെ പല ശ്ലോകങ്ങളിലും അതിന്റെ ഭാവാർത്ഥത്തിലുമായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. ചന്ദ്രലോകത്തിലൊക്കെ പോകണമെങ്കിൽ ഒരുപാട് ഇങ്ങനെ വ്രതം ഒക്കെ അനുഷ്ഠിച്ച് ഒരു പ്രത്യേക ഒരു സ്റ്റേജിലെത്തിയ ആൾക്കാർക്കൊക്കെ ചന്ദ്രമണ്ഡലത്തിൽ പോകാൻ പറ്റുള്ളൂ. പിന്നെ അവിടെ നിന്ന് എന്താണ് ഗോലോക വൃന്ദാവനത്തിലേക്കോ അല്ലെങ്കിൽ വൈകുണ്ഠധാമങ്ങളിലേക്ക് പോകാനുള്ള ദൂരം കുറവായിരിക്കും. അപ്പം ഈവൻ ചന്ദ്രലോകത്തിൽ നിന്ന് താഴേക്ക് വന്ന് വീണ്ടും ജനിക്കാനായിട്ടുള്ള സാഹചര്യവും കൂടുതലാണ്. അപ്പം ഈ സൗരമണ്ഡലത്തിൽ പോകാനായിട്ടുള്ള രണ്ടു കൂട്ടർക്ക് അർഹതയുള്ളെന്ന് പറയുന്നു. കൃഷ്ണന്റെ നിർദ്ദേശമനുസരിച്ച് യുദ്ധക്കണത്തിൽ വീണ് മരിക്കുന്നവനും ലൗകിക ജീവിതം ത്യജിച്ച് ആധ്യാത്മിക സംസ്കാരത്തിന് സ്വയം സമർപ്പിച്ചവനും ഈ പറയുന്ന സൗരമണ്ഡലത്തിൽ പോകാനായിട്ട് സാധിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ ബന്ധുക്കളെ കൊന്നിട്ട് തനിക്ക് ജീവിതത്തിൽ സുഖിക്കാൻ കഴിയില്ലെന്ന് ചിന്തിക്കുന്നതുകൊണ്ട് യുദ്ധത്തിന് ഒരുങ്ങുന്നതുമില്ല. വിശപ്പ്
തോന്നാത്ത ഒരാൾ ഭക്ഷണം പാകം ചെയ്യാൻ ഇഷ്ടപ്പെടാത്തതുപോലെ നിരാശ കൊണ്ട് കാട്ടിൽ പോയി ഏകാന്ത ജീവിതം നയിക്കാനാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഒരു ക്ഷത്രിയൻ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന്റെ നിലനിൽപ്പിന് രാജ്യം വേണം. അപ്പൊ ആ രാജ്യത്തെ പോലും മറന്ന് ആയിട്ടാണ് പിന്നെ തങ്ങൾക്കുണ്ടായിട്ടുള്ള ആ ഒരു അപമാനവും അതുപോലെ തന്നെ ആ അധർമ്മം സംഭവിച്ചതും ആ ചൂതുകളിയും അതുപോലെ തന്നെ വസ്ത്രാക്ഷേപവും അതെല്ലാം മറന്നിട്ടുള്ളൊരു കളിയായി പോയി അർജുനൻ്റേത്. അപ്പം അങ്ങനെ ആ ഒരു നിരാശയാലെ എന്താ പറയുന്നത്, ഇതെല്ലാം ത്യജിച്ചിട്ട് ഒരു വനവാസം നയിച്ചു കഴിഞ്ഞാൽ പോരെ എന്ന് പോലും അർജുനൻ ചിന്തിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു. അങ്ങനെ ആ ഒരു ജീവാത്മാവിന്റെ ആ ഒരു ആദി വേദന ഇതൊക്കെയാണ് നമ്മൾ കണ്ടത്. നമ്മൾ ഓരോരുത്തരും ഫേസ് ചെയ്യും. നമ്മൾ ഓരോരുത്തരും ഈ അർജുനന്മാരാണ് അല്ലെ. നമ്മൾ ഇതുപോലെ ഉള്ള ചിന്തകളിൽ കൊണ്ട് നമ്മൾക്ക് എന്താണ് ഒരു തീരുമാനം എടുക്കേണ്ടതെന്ന് അറിയാത്ത ആ ഒരു ഉപദേശിച്ച് തരാനായിട്ട് ഒരാളില്ലാത്ത ഒരവസ്ഥയിലാണ് നമ്മളെല്ലാവരും വഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയിൽ ഇന്നത്തെ ഈ ശ്ലോകം കഴിഞ്ഞു. ഇനി എന്തെങ്കിലും സംശയമുള്ളവർക്ക് ചോദിക്കാം. അല്ലെങ്കിൽ നമ്മൾ ആ 2-3 പ്രാവശ്യമായിട്ട് ഞാൻ പറയാമെന്ന് വെച്ചിരുന്ന ഒരു കഥ എനിക്ക് വലിയ ഓർമ്മയൊന്നുമില്ല, അത് ഞാൻ പറയുന്നതായിരിക്കും. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പറയാം. ഇന്നും അതിനെപ്പറ്റി ഒരു ഗാണ്ഡീവധാരിയായ അർജുനൻ എന്ന് പറഞ്ഞു. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവമാണ് പറയാൻ പോകുന്നത്. അതുകൊണ്ട് ആർക്കെങ്കിലും സംശയമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പോയിന്റോ അങ്ങനെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. എന്നിട്ട് നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് കിടക്കാം. ജ്ഞാനാംബിക മാതാജിക്ക് എന്ത് മനസ്സിലായി ഇന്നത്തെ? ആത്മീയ 2 തരത്തില് ഉള്ള ആനന്ദം നമുക്ക് മനുഷ്യർക്കുണ്ടാകുന്നത് ആനന്ദമല്ല, മറ്റേ ദുഃഖം ഉണ്ടാകുന്നത് ഭൗതികത്തിൽ മൃത്യുഭയം കൊണ്ടുണ്ടാകുന്നു. പിന്നെ ആത്യന്തികമായ ആനന്ദം കൊണ്ട് നമുക്ക് മറന്നല്ല പറയാൻ ഉദ്ദേശിച്ചത് പറഞ്ഞില്ല. ഭഗവാനിലുള്ള ആ ഒരു ഭക്തി അതിരേകം കൊണ്ടല്ലേ, ഭക്തിയുടെ അതെ, ഭക്തി അതിരേകം കൊണ്ട് നമുക്ക് വിറയലും അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്നു. ഭക്തി കൂടിയാൽ അതുകൊണ്ടാണ് അത് പിന്നെ ഭൗതികത്തിൽ വരുമ്പോൾ നമുക്ക് മൃത്യുഭയം കൊണ്ട് വിറയലുണ്ടാകുന്നു. വെരി ഗുഡ്. രതിദേവി മാതാജിക്ക് എന്തെങ്കിലും ഒരു പോയിന്റ് എന്തിനാത് പറയാൻ തുടങ്ങി? കാര്യം അത് വിഷാദയോഗമാണ് അല്ലെ. ഭൗതിക വിഷയങ്ങളിലുള്ള അമിതമായ ആസക്തി മനുഷ്യനെ അമ്പരപ്പിക്കുന്ന വിഷമത്തിൽ എത്തിത്തീരും. മാനസിക വിഭ്രാന്തിയും ഭയപ്പാടും എല്ലാം ഉണ്ടാകും. എന്നാൽ സർവ കാരണങ്ങൾക്കും കാരണഭൂതൻ ഭഗവാനാണെന്ന് മനസ്സിൽ കണ്ട് അങ്ങനെ ഭഗവത് വിചാരത്തിലേക്ക് പോവുകയാണെങ്കിൽ ഇതിൽ നിന്നെല്ലാം മുക്തി നേടാൻ സാധിക്കുമെന്ന് അറിയാൻ കഴിയും. വെരി ഗുഡ്. അപ്പം നമ്മളപ്പം ആ ഒരു സ്റ്റോറിയിലേക്ക് പോകണം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പൊ ഇന്നും പറഞ്ഞു ഗാണ്ഡീവധാരിയായ അർജുന ഗാണ്ഡീവം താഴെ വെച്ചു എന്നൊക്കെ പറഞ്ഞല്ലേ. അപ്പൊ ഈ ഗാണ്ഡീവം നമ്മൾ കപിധ്വജം എന്ന് പറഞ്ഞ ആ ഒരു രഥത്തിന്റെ കാര്യം കണ്ടിരുന്നു, അർജുനന്റെ ആ ഒരു രഥം. അപ്പൊ ഈ ഗാണ്ഡീവം, കപിധ്വജം ഇതൊക്കെ അർജുനന് കിട്ടിയത് എങ്ങനെയാണ്, അർജുനന്റെ കയ്യിലേക്ക് വന്നു ചേർന്നത് എങ്ങനെയാണെന്നുള്ള ആ ഒരു ഇതിലേക്കാണ്, കഥയിലേക്കാണ് പോകുന്നത്. കഥയല്ല, നടന്ന സംഭവമാണ്. അതാണ് നമ്മളൊരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ചില ആചാര്യന്മാർ ഭാഗവത പറയുമ്പോഴത്തേന് അതെല്ലാം നിങ്ങളത് സങ്കല്പിക്കുക മനസ്സിൽ. ഇതൊരു കഥയാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞ് നമ്മളെ ഇതിൽ ഉള്ളിലേക്ക് കടത്തും. ഭാഗവതത്തിൽ കഥയായിട്ടുള്ളത് ഇതൊരു കഥയാണെന്ന് പറഞ്ഞ് പ്രത്യേകം പറയുന്നുണ്ട്, അല്ലാത്തതൊക്കെ നടന്ന സംഭവങ്ങളാണ്. ഓക്കെ, ആ ഒരു കാര്യം എപ്പോഴും മനസ്സിൽ വെക്കണം. അങ്ങനെ പറഞ്ഞ് ആരെങ്കിലും തെറ്റിദ്ധരും ഇത് സങ്കല്പമാണ്, ഭഗവാൻ ഗോവർദ്ധൻ എടുത്ത് ഉയർത്തി എന്ന് പറഞ്ഞാൽ ഭഗവാൻ നമ്മളുടെ മനസ്സിനെ ഉയർത്തി എന്ന് ആണ് സങ്കല്പം. ശരിയായിട്ട് അപ്പൊ ഗോവർദ്ധന ഉയർത്താണ്ട് ഭഗവാൻ പറ്റില്ലേ? അപ്പൊ നമ്മളൊക്കെ ചിന്തിച്ചു പോകും അല്ലേ, ശരിയായിട്ട് അപ്പൊ ഗോവർദ്ധന ഉയർത്താണ്ട് ഭഗവാന് ശക്തിയില്ലേ? ഈ പ്രപഞ്ചങ്ങൾ മുഴുവനും ഭഗവാനിലാണ് ശയിക്കുന്നത് അല്ലെ. ഭഗവാൻ നമ്മൾ 16,108 ഭാര്യമാരാണെന്ന് പറഞ്ഞ് പറയുന്നുണ്ട്. ഈ ലോകത്തിലുള്ള സർവ്വ ആൾക്കാരെ വേണമെങ്കിൽ ഭഗവാന് ഭാര്യമാരാക്കത്തില്ലേ? അങ്ങനെയുള്ള ഭഗവാനെ പറ്റി പിന്നെ നമ്മൾ എന്തിനാണ് സംശയിച്ച് അതും ഇതൊക്കെ പറയുന്നത്? ഈ ഗോവർദ്ധന പർവ്വതം എന്ന് പറയുന്നത് എന്താണ്? ഈ മന്ദരപർവ്വതം എന്ന് പറഞ്ഞ പർവ്വതം പോലും ഭഗവാൻ എന്താണ് പറയുന്നത്, നമ്മളുടെ ഈ അവതാരം ഇല്ലേ, എന്നാ പറയുന്നത്, കൂർമാവതാരത്തില് അദ്ദേഹത്തിന്റെ പുറത്തുള്ള എന്താണ് പറയുന്നത്, ചെറിയ ഒരു ചൊറിച്ചില് മാറ്റാനായിട്ടുള്ള ആ ഒരു അത്രയും പോലെ തോന്നിച്ചിട്ടുള്ള അദ്ദേഹത്തിന് ആ മന്ദരപർവ്വതം ഇരുന്നപ്പോ കൂർമാവതാരം എടുത്ത സമയത്ത്.
അപ്പൊ അങ്ങനെയുള്ള ആ ഭഗവാന്റെ ആ ഒരു ഇതിൽ നമ്മൾക്ക് എന്തെങ്കിലും സംശയിക്കേണ്ട ആവശ്യമുണ്ടോ? ഒരിക്കലും ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ ഒരു കഥ പറയുമ്പോൾ നമ്മൾ അത് ശ്രദ്ധിച്ചിടണം. നമ്മൾ ഈ ഖാണ്ഡവപ്രസ്ഥം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, ഖാണ്ഡവപ്രസ്ഥം. അതായത് കുന്തി ദേവിക്ക് അവരുടെ ആ ഒരു വീതം കിട്ടിയ ഒരു ഇതാണ്. അപ്പം ഈ ദുര്യോധനും ഇതൊക്കെ ഈ ആരൊക്കെ, ദുര്യോധനും ശകുനി ഇവരെല്ലാരും കൂടെ ഇവരെ എവിടെ നിന്ന് എങ്ങനെയും ഓടിക്കണം എന്നുള്ള ഒരു ചിന്താഗതിയില് ഇങ്ങനെ പല പല സൂത്രങ്ങളും മെനഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ ഉള്ള ഒരു ഇതിന്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന കുന്തിദേവിയുടെ രാജ്യത്തിൽ നിന്ന്, അങ്ങനെയുള്ള ഒരു ഗൂഢാലോചന ഭാഗത്താണ് കുന്തിദേവിയുടെ ആ ഒരു രാജ്യത്തിൽ നിന്ന് അങ്ങോട്ടേക്ക് വിളിക്കുന്ന, അവിടെ ഒരു ക്ഷേത്രത്തിൽ പൂജയുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു വിളി വന്നു. അപ്പൊ നമുക്ക് അവിടെ പോയി താമസിക്കാം കുറച്ച് നാള് എന്ന് പറഞ്ഞ് ഖാണ്ഡവപ്രസ്ഥത്തിൽ പോയി താമസിക്കും. കാര്യം എന്തിനാണ് ഈ ദുര്യോധനും ഇവരെയൊക്കെ ഖാണ്ഡവപ്രസ്ഥത്തിലേക്ക് വിട്ടതെന്നുള്ളത് നമുക്ക് മനസ്സിലാകാൻ പോകുന്നേ ഉള്ളൂ. ആ കാര്യം എന്തിനു വേണ്ടിയിട്ടാണ് ഇവരെ വിട്ടിരുന്നത്? കുന്തിദേവിയുടെ കാരണവന്മാരെ കാണുക എന്നുള്ള ഉദ്ദേശവും അവിടുത്തെ ക്ഷേത്രത്തിൽ പൂജ ചെയ്യുക എന്നുള്ള ഉദ്ദേശം, ഇവരെന്തിനാണ് അതിന് വ്യാകുലരാകുന്നത് അല്ലേ? ഈ കൗരവർക്ക് എന്താണ് ഇതിന് മാത്രം ഒരു അഭിനിവേശം? അതായത് കുന്തിദേവിയും അവരുടെ മക്കളെ എല്ലാം അവരുടെ ആ പരദേവതാ ക്ഷേത്രത്തിൽ പോയി തൊഴിക്കുക, അവരുടെ ബന്ധുമിത്രാദികളൊക്കെ കാണാനായിട്ട് അവസരം കൊടുക്കുക എന്നുള്ളത്. അപ്പൊ അതിന് പിന്നില് ഒരു ഗൂഢമായ ലക്ഷ്യം ഉണ്ടായിരുന്നു. ഇവർ ഈ ഖാണ്ഡവപ്രസ്ഥം എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ എത്തി, അവിടെ കുടിലൊക്കെ വെച്ച് അവരുടെ പരദേവതാ ദർശനം എല്ലാം കഴിഞ്ഞ് കുടിലൊക്കെ വെച്ച് കിട്ടി. അപ്പം ആ സമയത്ത് കൃഷ്ണനും അവിടെ എത്തിച്ചേർന്നു. അപ്പം കൃഷ്ണൻ എങ്ങനെയാന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ഭക്തർക്ക് എപ്പോഴെവിടെ ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്തോ അവിടെ ഭഗവാൻ അവിടെ ചെന്നിരിക്കും എന്നുള്ളൊരു ഭഗവാന്റെ ഒരു പ്രത്യേകതയാണ് അല്ലേ? ദ്രൗപദി അക്ഷയപാത്രത്തിൽ ഒന്നും ഇല്ലായിരുന്ന സമയത്ത് ഭഗവാൻ അവിടെ എത്തി രക്ഷപ്പെടുത്തിയില്ലേ? ദ്രൗപദിയുടെ വസ്ത്രാക്ഷേപം നടന്ന സമയത്ത് ഭഗവാൻ വസ്ത്രം കൊടുത്തില്ലേ? അപ്പൊ എപ്പം ഭക്തർക്ക് ഒരു പ്രതിസന്ധി ഉണ്ടാകുന്ന ഭഗവാൻ അവിടെ എത്തിയിരിക്കും. അപ്പൊ അങ്ങനെ ഭഗവാൻ അവിടെ എത്തി, അങ്ങനെ ഇവരുടെ കൂടെ അങ്ങനെ നിന്നു. അപ്പോഴാണ് അവർക്ക് ഭഗവാനും അർജുനനും കൂടി ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഒരു ബ്രാഹ്മണൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. ബ്രാഹ്മണൻ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, എനിക്ക് വളരെയധികം എന്താ പറയുന്നത്, വിശന്ന് വലഞ്ഞിട്ടിരിക്കുകയാണ്. അപ്പം എനിക്ക് ഭക്ഷിക്കാനായിട്ട് ഒന്നും കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. അതാണ് അത്ര വളരെ നിസ്സാരമായ കാര്യമില്ലേ, താങ്കൾക്ക് എന്താണ് കഴിക്കാനുള്ളത് അത് മുഴുവനും ഞങ്ങൾ തരുന്നതായിരിക്കും എന്നും പറഞ്ഞിട്ട് അർജുനൻ അങ്ങ് വാക്കുകൊടുത്തു കഴിഞ്ഞപ്പോഴത്തേനും, സാധാരണഗതിയിൽ ഭഗവാന്റെ അനുവാദം ചോദിച്ചിട്ടല്ല വാക്ക് കൊടുക്കണം, പക്ഷെ ഇത് ഭഗവാന്റെ അനുവാദം തന്നെ ഉണ്ടായിരുന്നു. അർജുനൻ അങ്ങ് വാക്കുകൊടുത്തു. അപ്പോഴത്തേക്കും ഇദ്ദേഹം അതിന്റെ യഥാർത്ഥ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു. ആരായിരുന്നു? അഗ്നിദേവനായിരുന്നു. ആ അഗ്നിദേവൻ ആ സർവാഭരണ വിഭൂഷിതനായിട്ട് അഗ്നിദേവന് ആ എന്താ പറഞ്ഞ അതിന് മാത്രം തേജസ്സുമായിട്ട് പ്രത്യക്ഷപ്പെട്ടു. ഈ അഗ്നിദേവൻ പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേനും അഗ്നിദേവൻ പറഞ്ഞു, ഞാൻ അഗ്നിദേവനാണ്, എനിക്ക് ഒരു അസുഖം ബാധിച്ചിരിക്കുകയാണ്. ഇദ്ദേഹത്തിന് അസുഖം ബാധിച്ച കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇദ്ദേഹം ശ്വേതകി എന്ന് പറയുന്ന ഒരു രാജാവ്, ശ്വേതകി എന്ന് പറയുന്ന ഒരു രാജാവ് ഒരു 100 യജ്ഞങ്ങളോളം നടത്തിയിരുന്നു. 100 യജ്ഞങ്ങളോളം. ആ യജ്ഞങ്ങളുടെ ഹവിസ് അല്ലെങ്കിൽ നെയ്യ്, വളരെ ശുദ്ധമായ നെയ്യ് സേവിച്ച് 100 യജ്ഞങ്ങൾ നടത്താന്ന് പറഞ്ഞാൽ അതിലെ നെയ്യ് മുഴുവൻ ഈ അഗ്നിയിലേക്കാണ് ഇടുന്നത് അല്ലെ, ഹോമിക്കുന്നത്. അത് കഴിച്ച് അഗ്നിദേവന്റെ ഉള്ളില് വയറിന്റെ അകത്ത് എന്ത് പറ്റി? അജീർണം എന്ന് പറഞ്ഞാൽ വായ്പുണ്ണും വയറിന്റെ അകത്ത് പുണ്ണുണ്ടായി. അപ്പൊ അങ്ങനെ അത് ബാധിച്ചു കഴിഞ്ഞപ്പോഴത്തേനും വളരെയധികം സങ്കടത്തിൽ പിന്നീട് ഒന്നും ഭക്ഷിക്കാൻ പറ്റാത്തൊരവസ്ഥയായി. അങ്ങനത്തെ അവസ്ഥ നമുക്കും അതല്ലേ, കഴിച്ചിട്ട് ഇറക്കാനോ പറ്റുന്നില്ല, മധുരിച്ചിട്ട് തുപ്പാനും പറ്റാത്ത ഒരു അവസ്ഥയിലായിട്ടുള്ള ആ അഗ്നിദേവന്റെ ആ ഒരു വിഷമാവസ്ഥയില് ബ്രഹ്മദേവനെ കണ്ടു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാവുമെന്ന് വെച്ചിട്ട് ബ്രഹ്മദേവന്റെ അടുക്കൽ എത്തിക്കഴിഞ്ഞപ്പോൾ ബ്രഹ്മദേവൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ കുറച്ച് ഇതിന് പരിഹാരം എന്ന് പറഞ്ഞ എന്താണ്? കുറച്ച് മൃഗക്കൊഴുപ്പാണ് ഇതിന് പരിഹാരം. ഈ ഒരു അസുഖം മാറണമെങ്കിൽ മൃഗക്കൊഴുപ്പിന് മൃഗങ്ങളെ അല്ലെങ്കിൽ കുറെ ഇത് നോൺ വെജ് കഴിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഇതിന്റെ ഒരു പരിഹാരം ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോൾ അത് എങ്ങനെ കഴിക്കുമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, വളരെ ദുഷ്ടരായിട്ടുള്ള രാക്ഷസന്മാരും അതുപോലെ സർപ്പങ്ങളും താമസിക്കുന്ന ഒരു സ്ഥലമുണ്ട്, അതാണ് ഖാണ്ഡവ വനം. ഈ ഖാണ്ഡവപ്രസ്ഥം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇവരെ പോയതാണ് ഈ സർപ്പങ്ങൾ കടിച്ചു കൊല്ലാൻ വേണ്ടിയിട്ടായിരുന്നു ആര് വിട്ടത്? ദുര്യോധനൊക്കെ ഇങ്ങോട്ടേക്ക് വിട്ടത്. സർപ്പങ്ങൾ കടിച്ച് ഇവരെ അതോടുകൂടി തിരിച്ചു വരില്ല എന്നുള്ളത് പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ടാണ് എന്താണ് പറയുക ദുര്യോധനൊക്കെ ഇങ്ങോട്ട് കടത്തിയത്. അപ്പൊ ഈ പറയുന്ന ഖാണ്ഡവ വനം ദഹിപ്പിച്ചു കഴിയാണ്, നീ അഗ്നിക്കിരയാക്കുവാണെങ്കിൽ ആ മൃഗക്കൊഴുപ്പൊക്കെ ഭക്ഷിച്ചു കഴിഞ്ഞാൽ നിന്റെ ഈ അജീർണം
പൂർണ്ണമായിട്ടും ഭേദമാകുമെന്ന് ബ്രഹ്മദേവൻ പറഞ്ഞ അനുസരിച്ചിട്ട് ഇദ്ദേഹം എന്ത് ചെയ്തു, അഗ്നിക്കിരയാക്കി കാണ്ഡവനം. അപ്പൊ എന്ത് ചെയ്തു, ഈ അവിടെ തക്ഷകൻ എന്ന് പറയുന്ന കൊടുവിഷമുള്ള സർപ്പം അവിടെ താമസം ഉണ്ടായി. ഈ തക്ഷകൻ കടിച്ചിട്ടാണ് ആരുടെ ജീവൻ പോകുന്നത്? അപ്പം ഈ തക്ഷകൻ ഘോര സർപ്പം അദ്ദേഹത്തിന്റെ ഭാര്യയും അദ്ദേഹത്തിന്റെ മകനായ അശ്വസേനനും അവിടെ താമസം ഉണ്ടായിരുന്നു. അതുപോലെ മയൻ എന്ന് പറയുന്ന രാക്ഷസനും, മയൻ എന്ന് പറയുന്ന രാക്ഷസൻ അവരുടെ സുഹൃത്തായി അവിടെ താമസം. അശ്വസേനൻ. അപ്പൊ അങ്ങനെ ഇവരുടെ ഇന്ദ്രന്റെ അടുത്ത സുഹൃത്താണ് ആര്? തക്ഷകൻ. അപ്പൊ തക്ഷകൻ ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട്, ഇവിടെ ഈ ഒരു വനത്തിൽ, കാണ്ഡവനത്തിൽ താമസിച്ചുള്ളൂ, അവിടത്തേക്ക് എന്ത് പ്രശ്നം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാലും ഞാൻ അത് പരിഹരിച്ചു കൊള്ളാന്നൊരു വാക്ക് കൊടുത്തിട്ടുണ്ട് ഇന്ദ്രദേവൻ. അപ്പൊ അതനുസരിച്ചിട്ട് എന്ത് ചെയ്തു, ഇന്ദ്രദേവൻ എന്ത് ചെയ്തു, അതിഭയങ്കരമായ മഴ പെയ്യിച്ചു. അതിഭയങ്കരമായ മഴ പെയ്യിച്ചിട്ട് ഈ തീയെല്ലാം കെടുത്തി. അപ്പൊ എപ്പോഴൊക്കെ അഗ്നിദേവൻ ഇത് അഗ്നിക്കിരയാക്കാൻ ശ്രമിക്കുന്നു, അപ്പോഴൊക്കെ ഇന്ദ്രൻ വന്നിട്ട് അത് തടസ്സപ്പെടുത്തുന്നു. അപ്പൊ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും പറഞ്ഞു, നിങ്ങൾ നരനാരായണന്മാരല്ലേ, നിങ്ങളെ കൊണ്ട് മാത്രമേ സാക്ഷാൽ ഭഗവാനും അതുപോലെ തന്നെ അർജുനനും നരനാരായണന്മാരല്ലേ, നിങ്ങളെ നിരൂപിച്ചു കഴിഞ്ഞാൽ മാത്രമേ എന്നെ ഈ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് അഗ്നിദേവൻ എന്ത് ചെയ്തു, ഇവരിൽ ശരണാഗതി പൂണ്ടു, ഈ രണ്ടുപേരിലും, കൃഷ്ണാർജുനന്മാരില്. അപ്പൊ അങ്ങനെ വന്നപ്പോ എന്ത് ചെയ്തു, ഭഗവാൻ എന്താണ്, നമ്മൾ ശ്രമിക്കാം, നമ്മൾ സഹായം ഒക്കെ തരുന്നതായിരിക്കും എന്ന് പറയുമ്പോൾ അർജുനൻ പറഞ്ഞു, എനിക്ക് ഈ കാണ്ഡവനം ദഹിപ്പിക്കാനായിട്ട് എൻ്റെ കയ്യിൽ ആയുധങ്ങളൊന്നുമില്ല അതിന് സപ്പോർട്ട് ചെയ്യാണ്ട്. കാര്യം ഇന്ദ്രനല്ലേ വരുന്നത്, എൻ്റെ പിതാവാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, അങ്ങേക്ക് പറഞ്ഞ വാക്ക് പാലിക്കാൻ വേണ്ടിയിട്ട്, ബ്രാഹ്മണന് കൊടുത്ത വാക്കല്ലേ, ബ്രാഹ്മണനായിട്ട് വേഷം കെട്ടി വന്നപ്പോൾ കൊടുത്ത വാക്കല്ലേ, അത് പാലിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ, അല്ലെങ്കിൽ ബ്രഹ്മഹത്യാഭാവത്തിന് തുല്യമാകുമല്ലോ ബ്രാഹ്മണന് കൊടുത്ത വാക്ക് പാലിച്ചില്ലെങ്കിൽ. അപ്പൊ ഞങ്ങൾ പൂർണ്ണമായിട്ടും പ്രതിബദ്ധരാണ്, പക്ഷെ എൻ്റെ കയ്യിൽ ആയുധങ്ങളൊന്നും ഇല്ല. ഇന്ദ്രനാണ് യുദ്ധം ചെയ്യാൻ വരുന്നത്, എൻ്റെ പിതാവാണെങ്കിൽ കൂടി യുദ്ധം ചെയ്യാൻ വരുന്നത് ഇന്ദ്രനാണ്. അപ്പൊ ഇന്ദ്രനോട് എതിരിട്ട് നിൽക്കാനായിട്ട് അതിനുള്ള ശക്തി വേണമെന്ന് പറഞ്ഞപ്പോൾ അഗ്നിദേവൻ എന്ത് ചെയ്തു, വരുണദേവനെ സ്മരിച്ചു. വരുണദേവൻ ആരാണ്? സഹോദരന്മാരാണ് ഇവരെല്ലാം. ഇന്ദ്രനെ, ആദിത്യനെ, അഗ്നി, വരുണൻ ഇവരെല്ലാവരും സഹോദരന്മാരാണ്, അതിഥി മാതാവിനുണ്ടായ പുത്രന്മാരാണ്. അപ്പം വരുണദേവനെ സ്മരിച്ചു, വരുണദേവൻ പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെ വരുണദേവനോട് ഇവർക്കുള്ള ആയുധങ്ങളും അതുപോലെ തന്നെ തേരും എല്ലാം കൊടുക്കാൻ പറഞ്ഞു, ആയുധങ്ങളെല്ലാം. അപ്പൊ വരുണദേവൻ എന്ത് ചെയ്തു, ഒരു തേര് കൊടുത്തു, അല്ലെ, 5 കുതിരകളെ കൂട്ടി ഒരു തേര്, വെള്ള കുതിരകളെ കൂട്ടി ഒരു തേരും, ഒരിക്കലും പറ്റാത്ത ഒരു ആവനാഴിയും, അസ്ത്രങ്ങൾ ഒരിക്കലും പറ്റാത്ത ഒരു ആവനാഴിയും, ഖാണ്ഡീവം എന്ന ധനുസ്സും കൊടുത്തു. ഖാണ്ഡീവം അത് അഗ്നിദേവൻ വരുണദേവന്റെ അടുക്കിൽ നിന്ന് വാങ്ങിച്ചിട്ട് ഈ പറയുന്ന അർജുനന് കൊടുത്തു. മനസ്സിലായില്ല? അപ്പൊ എന്തൊക്കെയാണ് അർജുനന് അവിടെ നിന്ന് കിട്ടിയത്? സമുദ്രത്തിൽ നിന്ന് കിട്ടിയത് അഗ്നിദേവനാൽ കൊടുക്കപ്പെട്ട സംഭവം ഗാന്ധീവം എന്ന ധനുസ്, പിന്നെ ഒരിക്കലും കൂട്ടിയ രഥം, ആവനാഴി, പിന്നെ എന്താണ് അതിലൊരു കൊടി ഉണ്ടായിരുന്നു, അല്ലെ, ഈ 5 കുതിരകളെ പൂട്ടിയ തേരിൽ ഒരു കൊടി ഉണ്ടായിരുന്നു. ആരുടെ കൊടിയോട് കൂടിയാണ്? ഹനുമാൻ കൊടിയായിട്ടുള്ള തേരാണ്. അതുകൊണ്ടാണ് കപിധ്വജം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് കപിധ്വജം എന്ന് പറയുന്ന കൊടിയുള്ള തേരാണ് കൊടുത്തത്. അപ്പൊ അർജുനൻ അത് കിട്ടിയപ്പോൾ തന്നെ എന്ത് ചെയ്തു, ഇതിനൊരു 3 പ്രദക്ഷിണമൊക്കെ വെച്ചു. എന്നിട്ട് അങ്ങനെ ഇരുന്ന സമയത്താണ് അഗ്നിദേവനോട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അങ്ങ് ഇനി പോയി കാണ്ഡവം ദഹിപ്പിച്ചോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അഗ്നിദേവൻ കാണ്ഡവത്തിന് ദഹിപ്പിക്കാനായിട്ട് തുടങ്ങി, അഗ്നിയെ പടർത്തി. അങ്ങനെ കാണ്ഡവ ദഹനം നിന്ന് കുറെ സർപ്പങ്ങളൊക്കെ ചാകാനായിട്ട് തുടങ്ങി. ഈ സമയത്ത് ഒരു ഗുഹയ്ക്കകത്ത് ഒളിച്ചിരിക്കുകയായിരുന്നു തക്ഷകനും അതുപോലെ തന്നെ പിന്നെ ആരാണ്, മകനും ഭാര്യ എല്ലാരും കൂടെ കൂടി. അപ്പം ആ സമയത്ത് ഈ പറയുന്ന തക്ഷകന്റെ ഭാര്യയും മകനും കൂടെ രക്ഷപ്പെടാനായിട്ട് ഒരുങ്ങിയപ്പോൾ അർജുനൻ എന്ത് ചെയ്തു, അർജുനൻ ഒരു അസ്ത്രം ചെയ്ത് കഴിഞ്ഞപ്പോൾ തക്ഷകന്റെ ഭാര്യ മരിച്ചു. അത് കഴിഞ്ഞ് തക്ഷകന്റെ മകനുണ്ട് അപ്പോഴും. അങ്ങനെ ആ സമയത്ത് എന്ത് ചെയ്തു, ഇന്ദ്രദേവൻ വീണ്ടും അതിഭയങ്കരമായ മഴ പെയ്ച്ചു, കാർമേഘം കൊണ്ട് എല്ലായിടത്തും മൂടി. എന്നിട്ട് എന്ത് ചെയ്തു, അർജുനനെ ആക്രമിക്കാനായിട്ട് തുടങ്ങി. അർജുനൻ പുത്രനാണെങ്കിൽ കൂടി അർജുനനെ അതിഭയങ്കരമായിട്ട് ഈ മഴമേഘങ്ങളും അതുപോലെ തന്നെ വലിയ മഴത്തുള്ളികളും വെച്ചിട്ട് അർജുനനെ ആക്രമിക്കാൻ തുടങ്ങി. അർജുനന്റെ കുറച്ച് ശക്തി ക്ഷയിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിനും
ഭഗവാൻ അപ്പോഴത്തേനും വളരെ അധികം വിഷമം തോന്നി. ഭഗവാൻ സുദർശന ചക്രം ഭഗവാൻ അപ്പോഴത്തേനും എന്ത് ചെയ്തു? സുദർശന ചക്രം പ്രയോഗിച്ചിട്ട് എന്ത് ചെയ്തു? ഈ മേഘങ്ങളുടെ എല്ലാം ഈ പറയുന്ന കറുത്ത നിറം അങ്ങ് മാറി മേഘങ്ങളെല്ലാം വറ്റി വരണ്ടു. സുദർശന ചക്രത്തിന്റെ പ്രയോഗം കൊണ്ട് കംപ്ലീറ്റ് മഴ മേഘങ്ങളും എന്തായി മാറി? അത് വറ്റി വരണ്ടു, അതിന്റെ ചൂട് കൊണ്ട് സുദർശന ചക്രത്തിന്റെ. അപ്പൊ മഴ നിന്നു. അപ്പം ഒരു അശരീരി ഉണ്ടായി. ഇന്ദ്രദേവനോട് പറയുവാണ്, സാക്ഷാൽ ഭഗവാനും അതുപോലെ നിന്റെ പുത്രനായ അർജുനനും ഉണ്ട്, അവരെ തോൽപ്പിക്കാനുണ്ട്. ഈ പ്രപഞ്ചത്തിൽ തന്നെ ആരുമില്ല, അതുകൊണ്ട് നീ അവരിൽ ശരണാഗതി പ്രാപിക്കുക, അതല്ലാതെ ഒരു മാർഗം ഇല്ലാന്ന് ആ അശരീരിയിൽ പറയുകയും ഇന്ദ്രദേവൻ ഇവിടെ താഴെ ഇറങ്ങുകയും ഈ സമയം കൊണ്ട് ആര് രക്ഷപ്പെട്ടു? ഈ പറയുന്ന അശ്വസേനൻ രക്ഷപ്പെട്ടു. അതുപോലെ തന്നെ എന്താണ്? തക്ഷകൻ രക്ഷപ്പെട്ടു. തക്ഷകൻ എവിടെ പോയി? തക്ഷകൻ കുരുക്ഷേത്രത്തിൽ പോയിട്ടാണ് ഒളിച്ചത്. പിന്നീട് അർജുനനെ വധിക്കാൻ വേണ്ടിയിട്ട് എന്താ പറയുന്നത്, കർണന്റെ അസ്ത്രമായിട്ട് തക്ഷകൻ വന്നു. എന്നിട്ട് അർജുനെ വധിക്കാൻ പറ്റാതെ, കൃഷ്ണന് കൂടെ ഉണ്ടായിരുന്ന കാരണം അർജുനെ വധിക്കാൻ പറ്റാത്തത് കൊണ്ട് പിന്നീട് ആ ഇത് തീർക്കുന്നത് എങ്ങനെയാണ്? പരീക്ഷത്തിനെ ആണ് പിന്നീട് തീർക്കുന്നത് എങ്ങനെയാണ്? പരീക്ഷത്തിനെ, അതായത് ഇവരുടെ വംശം. ഇപ്പൊ തക്ഷകൻ പ്രതിജ്ഞ, ഇവരുടെ വംശം അവസാനത്തെ കണ്ണിയെ പോലും ഞാൻ ഇല്ലാതാക്കുന്നു. അങ്ങനത്തെ ആ ഒരു തക്ഷകൻ എടുത്ത ശാപം കൊണ്ടാണ് പിന്നീട് ആരെ വധിക്കാനായിട്ട് സാധിച്ചത്? പരീക്ഷത്തിനെ. അപ്പൊ തക്ഷകൻ ഒരുപാട് കാലമായിട്ട് ഇവർ രാജസൂയം നടത്തിയ സമയത്തും തക്ഷകൻ എത്തിയായിരുന്നു. രാജസൂയം നടത്താൻ വന്ന പശുക്കളെ 10,000 പശുക്കളെ വേണം. ആ പശുക്കളെ മുഴുവൻ തക്ഷകൻ ഒളിപ്പിച്ചു വെച്ചിരുന്നു. ആ സമയത്തും അർജുനൻ തോൽപ്പിച്ചു. അപ്പൊ ഇങ്ങനെ ഒരുപാട് കാലമായിട്ടുള്ള വിരോധമാണ്. അപ്പൊ ഇവരുടെ അവസാനത്തെ കണ്ണിയെ വരെ ഞാൻ ഇല്ലാതാക്കുന്നുള്ള ആ ഒരു ശാപം പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന 7-ാം നാൾ തക്ഷകൻ കടിച്ച് മരിക്കുക എന്നുള്ള ശാപം കിട്ടി. അങ്ങനെ ആ ഒരു തക്ഷകൻ അവിടെ എത്തുന്നത് ഈ പരീക്ഷത്തിന്റെ ജീവൻ തീർക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണല്ലോ പിന്നീട് ജനമേജയൻ സർപ്പസത്രം നടത്തിയതൊക്കെ. അപ്പൊ അങ്ങനെ ഈ ഒരു അവസരത്തിൽ അർജുനനും ഇന്ദ്രനും എല്ലാവരും വന്ന സമയത്ത് എന്ത് സംഭവിച്ചു? അവിടെ ഒരു മയൻ എന്ന് പറഞ്ഞ അസുരനുണ്ട്. ഈ മയൻ ഒളിച്ച് രക്ഷപ്പെടാൻ തുടങ്ങി. ഭഗവാൻ വീണ്ടും സുദർശനം പ്രയോഗിച്ചു. അപ്പൊ അർജുനന്റെ പാതാരബിന്ദങ്ങളിൽ വന്നിട്ട് എന്ത് ചെയ്തു? ഈ മയൻ അഭയം പ്രാപിച്ചു. അപ്പൊ ഭഗവാൻ സുദർശനത്തെ പിൻവലിച്ചിട്ട് മയനോട് പറഞ്ഞു, ഇവിടെ അപ്പൊ എന്ത് ചെയ്തു? ആ സമയം കൊണ്ട് അഗ്നിദേവൻ എന്ത് ചെയ്തു? ഈ പറയുന്ന വനം മുഴുവൻ ഭക്ഷിച്ചു, അവിടെയുള്ള ജീവജാലങ്ങളെ മുഴുവൻ ഭക്ഷിച്ചു, അഗ്നിക്കിരയാക്കി. ഇദ്ദേഹത്തിന്റെ അജീർണം എന്ന് പറഞ്ഞ അസുഖം പൂർണ്ണമായിട്ട് ഭേദമായി. അഗ്നിദേവന് വളരെയധികം സന്തോഷം. അഗ്നിദേവന് ഒരുപാട് അനുഗ്രഹങ്ങൾ അർജുനന് കൊടുക്കുന്നു. അതുപോലെ ഇന്ദ്രദേവൻ ഒരുപാട് അനുഗ്രഹങ്ങൾ കൊടുക്കുന്നു അർജുനന്. അതുകൊണ്ട് എന്നിട്ട് പറഞ്ഞു, ഈ ചാരം ആയ സ്ഥലം മുഴുവൻ എന്ത് ചെയ്തു? ഇനി പുനർനിർമ്മിക്കണമെന്ന് മയൻ ആജ്ഞാപിക്കുകയാണ്. മയൻ എന്ന് പറയുന്ന അസുരൻ, മയൻ എന്ന് പറയുന്ന അസുരന്മാരുടെ ശില്പിയാണ്. എന്നിട്ട് അവിടെ ഒരു രാജ്യം ഉണ്ടാക്കാനായിട്ട് ആവശ്യപ്പെടുന്നു. ആ രാജ്യമാണ് ഇന്ദ്രപ്രസ്ഥം. ഇന്ദ്രൻ അവിടെ ഖാണ്ഡവപ്രസ്ഥം അങ്ങനെ ഇന്ദ്രപ്രസ്ഥമായി മാറി. ഖാണ്ഡവപ്രസ്ഥം അങ്ങനെ ഇന്ദ്രപ്രസ്ഥമാക്കി മാറി. അവിടെയാണ് അതിഭയങ്കരമായ ടെക്നിക്കുള്ള മായാജാലമുള്ള മയം നിർമ്മിച്ചത് കൊണ്ടാണ് മായാജാലം ഉള്ളതായി മാറിയത്. അതായത് നേരെ നടക്കുന്ന സ്ഥലത്തൊക്കെ അവിടെ കുളമുണ്ടെന്ന് നമുക്കറിയാമല്ലോ അല്ലെ? ദുര്യോധന തുണിയൊക്കെ പൊക്കി വെള്ളത്തിൽ മുങ്ങാതിരിക്കേണ്ട അവസാനം വെള്ളത്തിൽ പോയി ചാടിയത്. ശരിക്കും തറയാണെന്ന് തോന്നുന്ന സ്ഥലത്തൊക്കെ വെള്ളവും, അതുപോലെ വെള്ളം തോന്നുന്ന സ്ഥലത്ത് തറയും. അങ്ങനത്തെ ഒരു തലജലപ്രഭം. അതെ അതെ, അങ്ങനെ ഒരു വിചിത്രമായ ഒരു കൊട്ടാരം, വളരെ അത്ഭുത സിദ്ധികളുള്ള ഒരു കൊട്ടാരം ആണ് മയൻ നിർമ്മിച്ചു കൊടുത്തത്. അങ്ങനെ അവർ പിന്നീട് അവിടെയാണ് വസിച്ചത്. പിന്നീടുള്ള രാജസൂയവും ഒക്കെ നമുക്കറിയാം. അതിനു വേണ്ടിയിട്ട് യുധിഷ്ഠിര മഹാരാജാവ് വരുന്നതും അവിടെ വെച്ചിട്ട് ഈ കൃഷ്ണനെ പ്രധാനപ്പെട്ട രാജർഷിയായിട്ട് അവിടെ വിളിച്ചു വരുത്തിയിരുത്തി പൂജ ചെയ്യുന്ന സമയത്ത് ശിശുപാലൻ അദ്ദേഹത്തെ അപമാനിക്കുക 100 പ്രാവശ്യം പറയുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? ഭഗവാൻ സുദർശനം വെച്ചിട്ട് ശിശുപാലനെ വധിക്കുന്നതും എല്ലാം നമ്മൾ കണ്ടിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഇതാണ് ഖാണ്ഡവദഹനം. അപ്പൊ അവിടെ വെച്ചിട്ട് കിട്ടിയ ഇതാണ് ഈ കപിധ്വജം എന്ന് പറഞ്ഞ ആ ഒരു തേര് നമ്മൾ നേരത്തെ കണ്ടത്. അപ്പൊ അതിന്റെ ബാക്കി നേരത്തെ നമ്മൾ വേറെ സ്റ്റോറി കണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു സ്റ്റോറിയിൽ ഹനുമാൻ കൊടിയായിട്ടുള്ള ആ രഥമാണ് അഗ്നിദേവൻ കൊടുത്തത്. മനസ്സിലായില്ലേ? ഇപ്പം മറ്റേത് ചിറ കിട്ടുന്നതുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു നമ്മൾ കണ്ടത് അല്ലെ? സമുദ്രത്തിൽ ചിറ കിട്ടുന്നത്. അപ്പൊ ഇതെല്ലാം വരുണദേവനുമായിട്ട് ബന്ധപ്പെടുത്തിയ കാര്യങ്ങളാണ്. അപ്പം ഇതെല്ലാം കൂട്ടി കെട്ടി നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് തന്നെയാണ് നമ്മൾ ഈ പറഞ്ഞ സ്റ്റോറി.
അതിനിടയ്ക്ക് വേറെ ഇച്ചിരി കഥകളുണ്ട് പ്രഭു. അവിടെ ഈ കാണ്ഡവനം ദഹിപ്പിച്ചപ്പോഴ് അവിടുത്തെ ഈ നാഗങ്ങളെല്ലാം ഈ മണ്ണാറിയ സ്ഥലത്തോട്ട് വന്നെന്നാ പറയുന്നത്. അതാണ് മണ്ണാറശാല അത് കുറച്ചുകൂടെ വ്യത്യാസമുണ്ട് മാതാജി അതിന്. അത് എന്ന് പറയും. അറിയില്ല. അതെങ്ങനെയാണെന്നറിയാവോ? ഈ ജനമേജന് പരീക്ഷത്തിനെ തക്ഷൻ കടിച്ച് മരിച്ച യുവരാജാവായിരുന്നു ജനമേജൻ. അപ്പം സ്വന്തം അച്ഛനെ തക്ഷൻ കടിച്ച് മരിച്ചു എന്ന ദുഃഖത്തില് എന്ത് ചെയ്തു? സർപ്പസത്രം നടത്തി. സർപ്പസത്രം നടത്തി എന്ത് ചെയ്തു? ഉള്ള സർപ്പങ്ങളെ മുഴുവൻ ആവാഹിച്ചിട്ട് അഗ്നിക്കിരയാക്കി. അങ്ങനെ സർപ്പങ്ങൾ ഇങ്ങനെ ചാകാൻ തുടങ്ങിയപ്പോൾ ബ്രഹ്മദേവനും അങ്ങനെയുള്ള ബാക്കിയുള്ള ദേവന്മാരെല്ലാം പ്രത്യക്ഷപ്പെടുത്തി ഈ യജ്ഞം നിർത്താനായിട്ട് ജനമേജനോട് ആജ്ഞാപിക്കുന്നു. അങ്ങനെ ജനമേജനെ നിർത്തി. ഒരുപാട് സർപ്പങ്ങൾ മരിച്ചു. അങ്ങനെ മണ്ണാറിയ സ്ഥലത്ത് നാഗപ്രീതിക്ക് വേണ്ടിയിട്ട് പ്രതിഷ്ഠിച്ചാണ്, അനന്തനെ പ്രതിഷ്ഠ ചെയ്തതാണ് മണ്ണാറശാല. അങ്ങനെ അനന്തൻ ഒരു അമ്മയുടെ മകനായിട്ട് പിറക്കുവാണ്. മണ്ണാറശാല അമ്മയുടെ മകനായിട്ട് അല്ലെ? നിലവറയ്ക്കകത്ത് എന്നും ഒരു കുട്ടിയായിട്ട് കൂടിയിട്ടിരിക്കുകയാണ് അല്ലെ? അപ്പൊ അങ്ങനെയാണ് ആ കഥ. മണ്ണാറിയ സ്ഥലത്ത് പ്രതിഷ്ഠിച്ചത്. എന്നിട്ട് ഈ ജനമേജൻ 41 ദിവസം ഇവിടെ പിന്നെ അനന്തനെ സ്ഥാപിച്ചു. നമ്മുടെ പിന്നെ വെട്ടിക്കോട്ട് സ്ഥാപിച്ചിരിക്കുന്നത് വാസുയെ. അപ്പൊ അങ്ങനെ വെട്ടിക്കൂട്ടിയ സ്ഥലത്ത് വെച്ചതാണ് വെട്ടിക്കോട്. അങ്ങനെ പറയുന്നു. അങ്ങനെ ഈ എന്താ പറയുന്നത്, ഈ ജനമേജയൻ സർപ്പസത്രം നടത്തിയിട്ട് അദ്ദേഹത്തിന് എന്താ അതിഭയങ്കരമായ വ്യാധി ഉണ്ടായി. അദ്ദേഹത്തിന് തൊലിപ്പുറത്തുള്ള അസുഖങ്ങളെല്ലാം ഉണ്ടായി. സർപ്പദോഷം ശരിക്കും ബാധിച്ചു. ഇത്രയും സർപ്പങ്ങളെ വധിച്ചതാണ്. അതുകൊണ്ടാണ് സർപ്പക്കാവ് നശിപ്പിക്കുന്ന ആൾക്കാർക്ക് അതിഭയങ്കരമായ വ്യാധിയൊക്കെ ഉണ്ടാവും എന്ന് പറയുന്നത്. അങ്ങനെ അദ്ദേഹം വന്ന് ഗുരുവായൂരിൽ 41 ദിവസം ഭജന ഇരുന്നു. അതിനുശേഷം ആണ് അദ്ദേഹത്തിന്റെ ആ ഒരു അസുഖങ്ങളൊക്കെ മാറിയതെന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റോറി, ഒരു സിനിമ തന്നെയുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ജനമേജനും ഭാര്യയും കൂടെ വന്ന് ഗുരുവായൂർ താമസിച്ചിരിക്കുന്നത്. പണ്ടത്തെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ല, കളർ ആയിരുന്നു. കളർ സിനിമ. അപ്പൊ അങ്ങനെ ഒരു കഥയും കൂടെ കൂടിയുണ്ട്. അപ്പം ഹരിബോൾ, വേറെ എന്തെങ്കിലും സംശയം ഒന്നുമില്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്തേക്കാം. ഹരേ കൃഷ്ണ. സൗഭാഗ്യവതി കലാമാതാജി, ലതാമ മാതാജി അവസാനമാണല്ലോ വന്നല്ലേ? ഹരേ കൃഷ്ണ.